അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ആ 7ാം ക്ലാസ് ആയിരുന്നു. അവിടെ നിന്ന് എങ്ങനെ തുടങ്ങി? ആക്ച്വലി അത് 7ാം ക്ലാസ്സിലല്ല തുടങ്ങിയത്. റീസെൻ്റ്ലി ആയിട്ട് കുറേ ഇൻ്റർവ്യൂസ് അല്ലെ പഴയ നേരത്ത് നോക്കിയാൽ അറിയാം. ഞാനൊരു ചെറിയ 2 കോഴിയിൽ നിന്ന് തുടങ്ങിയ പ്രോഗ്രാമാണ്. അതൊരു വലിയ പശു വരെ എത്തി നിന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടെ ഒരു കുതിരേൻ്റെ വാങ്ങി. തുടങ്ങുമ്പോൾ ഏതൊരു ബിസിനസ്സിനെ എന്ത് തുടങ്ങാനും ഒരു ക്യാപിറ്റൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്ര ക്യാപിറ്റൽ വെച്ച് തുടങ്ങും? സ്ട്രീംലെക്സ് ഞാൻ 0 ക്യാപിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 15 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്. അതുവരെ ആക്കിയെടുത്തത് എൻ്റെ ബാസി പ്രോയുടെയും അല്ലെങ്കിൽ എൻ്റെ പാസ് മണിയുടെ ഞങ്ങളുടെ മാത്രം ഹാർഡ് വർക്കാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾക്കിടയിലേക്ക് വേറെ ആരും വന്നിട്ടില്ല. ഞങ്ങൾക്കിടയിൽ ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ മാനേജ്മെൻറ്റ് ഡിസിഷൻ പ്രകാരമാണ് എല്ലാം. ഏഴാം ക്ലാസ്സിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് തുടങ്ങിയ സംരംഭം ഇന്നിപ്പോൾ നിൽക്കുന്നത് 15 എംപ്ലോയീസ് ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് 19 വയസ്സുള്ള ആരോമൽ കുഞ്ഞാണ്. ഒരു കുഞ്ഞാണ് ഓൺട്രപ്രണർ അല്ലേ? ഒരു കുഞ്ഞ് ഓൺട്രപ്രണറിലുപരി എനിക്ക് എപ്പോഴും പറയാനുള്ളത് നല്ലൊരു സംരംഭം, അതിലുപരി നല്ലൊരു ഓർഗനൈസേഷൻ ഇതുവരെ നടത്താനായി സാധിച്ചു. അതൊരു ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നു. അതിലും എല്ലാം ഉപരി നല്ലൊരു പാർട്ണർഷിപ്പ് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതൊരു പാർട്ണർഷിപ്പ് ഫേമാണ് ഇപ്പോൾ പറഞ്ഞു. അതെ, സ്ട്രീംലെക്സ് എന്നാണ് അതിൻ്റെ പേര്. ഭൈരവ ബിസിനസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെവലപ്പിംഗ് കമ്പനിയുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ OTT അതുപോലെയുള്ള മറ്റൊരുപാട് പ്രോഗ്രാംസ് നമ്മൾ കട്ടപ്പന ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ഒരു കാര്യങ്ങൾ ഈ ഒരു 19 വയസ്സിൽ തന്നെ അച്ചീവ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ആ 7ാം ക്ലാസ് ആയിരുന്നു. അവിടെ നിന്ന് എങ്ങനെ തുടങ്ങി? ആക്ച്വലി അത് 7ാം ക്ലാസ്സിലല്ല തുടങ്ങിയത്. റീസെൻ്റ്ലി ആയിട്ട് കുറേ ഇൻ്റർവ്യൂസ് അല്ലെ പഴയ നേരത്ത് നോക്കിയാൽ അറിയാം. ഞാനൊരു ചെറിയ 2 കോഴിയിൽ നിന്ന് തുടങ്ങിയ പ്രോഗ്രാമാണ്. അതൊരു വലിയ പശു വരെ എത്തി നിന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടെ ഒരു കുതിരേൻ്റെ വാങ്ങി. എങ്ങനെയാണ് ആ ഒരു കോഴി അല്ലെങ്കിൽ പശുനഗരം സ്നേഹം ഉണ്ടാകുക? എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ക്രേസാണ് ഈ ആനിമൽസ്. അതിപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നടത്തിയേക്കാം. കാരണം നമ്മുടെ ചിലപ്പോൾ നാളെ മരിച്ചു. ആളുകളുടെ കാര്യം ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിളാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ നാളെ അല്ലെ അടുത്ത നിമിഷം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലതാണ് ഇന്ന് തന്നെ ചെയ്ത് തീർത്തേക്കാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് നല്ലതാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതിനൊരിക്കലും ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് അതിനുവേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും നമ്മളുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ഗോൾസ് ആകാൻ സാധ്യതയില്ല. ഗോൾസ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിപ്പെടും. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മളെ തേടി നമ്മളിലേക്കുണ്ട്. എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ? കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പറയല്ലോ, ഇപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോൾ 7ാം ക്ലാസ്സിലേക്ക് പറയുമ്പോൾ ഞാൻ എന്താണോ എൻ്റെ ഭാവിയിൽ പോലും ചിന്തിക്കാത്ത ഒരു ഏജാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാം, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള? എൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിട്ടുള്ളതാണ്. സോ വി നോ ദ പെയിൻ. അപ്പോൾ എൻ്റെ എപ്പോഴും ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കുക. നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം? ബഹുമാനാർഹമായ രീതിക്ക് പൈസ ഉണ്ടാക്കുക. ആളുകളെ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമുക്ക് ഒരിക്കലും എത്ര പൈസ ഉണ്ടെങ്കിലും കൊടുത്താൻ കിട്ടാത്തൊരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലും ഒരു സ്മാർട്ട് വർക്ക് ചെയ്യുക. അത് ഒരു 10 പേർക്ക് വേണ്ടി നമ്മൾ ചത്ത് കിടന്ന പണി നല്ല ഹാർഡ് വർക്ക് അല്ലെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. 10 പേര് ചെയ്യുന്ന പണി ഒരാളെ കൊണ്ട് എങ്ങനെ സിമ്പിൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ആ ഇൻവെൻഷനാണ് നമ്മൾ സ്ട്രീംലെക്സിൽ ആദ്യം മുതൽ അവസാനം വരെ. ഞങ്ങൾ 2020 മുമ്പാണ്, അതായത് 2017 ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രീ ഡിസ്കഷൻ ചെയ്ത് 2020 എസ്റ്റാബ്ലിഷ് ചെയ്ത ഫേമാണ് സ്ട്രീംലെക്സ് എന്ന് പറയുന്നത്. സ്ട്രീംലെക്സ് തുടങ്ങി ഇതുവരെയുള്ള ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് അങ്ങനെയാണ്. ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഞങ്ങളിലേക്ക് എത്തുന്ന റീച്ച് അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് എത്തുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ലീഡ്സ് ഒരിക്കലും റോങ് ആകില്ല. അത് ഞങ്ങൾക്ക് 150% വിശ്വാസം. അതിന് ഓവർ കോൺഫിഡൻസ് അല്ല, അത് ഞങ്ങൾക്ക് മേൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ്. അതൊരിക്കലും തെറ്റായ രീതിയിലേക്ക് അല്ലെങ്കിൽ റോങ് ആയ ഇൻറ്റൻഷൻസിലേക്ക് പോകില്ല എന്നാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ബിലീവ്. എപ്പോഴും ഒരു മാനേജ്മെൻറ്റൽ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് സർട്ടൈൻ ഗോൾസ് ഉള്ളതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റൽ ആക്ടിവിറ്റി ആയിട്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. ഒരു എന്നെപ്പോലെ സംബന്ധിച്ചൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ അധികം പ്രായമില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു മാനേജ്മെൻറ്റൽ ബോഡി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു മാനേജ്മെൻറ്റ് രൂപീകരിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. മെച്യൂരിറ്റി അല്ല, പലയിടത്തും പ്രശ്നങ്ങൾ വരുന്ന ഏജാണ്. നമ്മളുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ അവനൊരു പയ്യനായതുകൊണ്ട് വേണ്ട എന്നെടുത്ത് എക്സ്പീരിയൻസ് പോലെയുണ്ട്. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അതുപോലെ പല കാര്യങ്ങൾക്കും അറ്റ് എൻഡ് വരെ ഞങ്ങൾക്ക് ഇതെല്ലാം ഓക്കെ ആയിരിക്കും. അഡ്വർടൈസ്മെന്റ്സ് ആയിക്കോട്ടെ, ഇവന്റ് സ്പോൺസേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾക്ക് അറ്റ് എൻഡ് വരെ ഓക്കെ ആയിരിക്കും. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും പറഞ്ഞ് ചില ലോക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റോങ് സൈഡ് ഞങ്ങൾ എന്താ പറയുക
മനഃപൂർവ്വം ഞങ്ങളത് ചെയ്യരുത് എന്നൊരു ടെൻഷനിൽ പോയി ആ പ്രോഗ്രാം നടക്കാതെയാവും. പക്ഷേ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഉറപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, നമ്മളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ നാളെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം ഞങ്ങളുടെ എത്രയോ കസ്റ്റമേഴ്സ്, കാരണം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭൂരിഭാഗം ക്ലയൻസും, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗിലാണെന്നുണ്ടെങ്കിൽ വലിയ ക്ലയൻസ് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. അത് ബാസിൻ ബഷീറാണ് അതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ പാർട്ണർഷിപ്പിലാണ് ഞങ്ങൾ സ്ട്രീംലെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഞാൻ വളരെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കേസ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അന്ന് OTT പ്ലാറ്റ്ഫോം മലയാളത്തിൽ വന്നിട്ടില്ല. ഒരു ബ്രാൻഡ് OTT എസ്റ്റാബ്ലിഷ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഇയർ 2020 or 2021 സംതിങ് ആണ്. അവരാണ് മരക്കാരൻ്റെയൊക്കെ OTT റൈറ്റ്സ് ഒക്കെ OTT മ്യൂസിക് സ്ട്രീമിംഗ് റൈറ്റ്സ് ഒക്കെ എടുത്തത്. ഞാൻ പേര് മെൻഷൻ ചെയ്തില്ല. അവരാണ് മലയാളത്തിൽ ഫസ്റ്റായിട്ട്. അതിന് മുമ്പ് ഹോട്ട്സ്റ്റാർ വന്നു. ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ് വന്നത് ഇവരാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ഈ പ്രൊജക്റ്റ് ഉണ്ട്. ഞങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്തൊരു ക്രിയേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ട്രീംലെക്സിന് എപ്പോഴും ഉള്ളത്. ഞങ്ങൾക്കൊരു ഇമോഷണൽ ഹഗ് ഞങ്ങളുടെ എല്ലാ കൺസ്യൂമേഴ്സിനും, ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സുമായിട്ട്, ഞങ്ങൾക്ക് വരുന്ന ക്ലയൻസായിട്ട്, കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സും ക്ലയൻസും കൺസ്യൂമേഴ്സും ഉണ്ട്. കാരണം നമ്മുടെ സർവീസ്, ഞങ്ങളുടെ പ്രൊഡക്ട്സ് അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ, വൈഡ് ഏരിയയിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും ആളുകളിലേക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഹഗ്, ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഗുഡ്വില്ലിലാണ്. കാരണം നല്ല ഗുഡ്വില്ലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ട ലീഡ് ജനറേറ്റിംഗ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ക്ലയൻസ് ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. നമ്മുടെ അതിനകത്തൊരു എന്താ പറയുക, ഒരു ഇത് വരില്ല എപ്പോഴും. ഇപ്പം ഈ സ്ട്രീംലെക്സ് എന്ന് പറയുന്നത് ഇന്നൊരു ഐഡിയ കൊണ്ടുവരുന്നത് OTT ഒരു ഇവിടെ ട്രെൻഡ് ആവത്തൊരു ടൈമിലാണ്. ഈ ട്രെൻഡ് ആയപ്പോഴത്തേനും കൊറോണ കഴിഞ്ഞിട്ടാണ് ട്രെൻഡ് ആവുന്നത്. പോസ്റ്റ് കൊറോണ OTT എന്ന് പറയുന്ന ഒരു ട്രെൻഡിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. യൂട്യൂബ് പോലൊരു ആപ്ലിക്കേഷനാണ് ഞങ്ങളുടെ എക്സ്പ്രഷൻ. അതായത് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുക, മ്യൂസിക്കൽ വീഡിയോസ് സ്ട്രീം ചെയ്യുക, അതുപോലെ OTT എൻ്റർടൈൻമെൻറ്റ് കണ്ടൻസ് സ്ട്രീം ചെയ്യുക. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ആയിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായത്. ഇതൊരു പ്രൊജക്റ്റായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രൊജക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തു, കറക്റ്റായിട്ട് പ്രോപ്പർ വീട് പറയുന്നത് ഓർഗനൈസ് ചെയ്തു. ഈ ഓർഗനൈസ് ചെയ്ത വലിയൊരു പ്രൊജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് കുറച്ച് കാശ്, അത് എൻ്റെ ആനിവേഴ്സറിക്ക് ഒരു കുറച്ച് കാശ് വെച്ച് ഞാൻ ലാപ്ടോപ്പ് എടുക്കുന്നത്. ആ സമയത്ത് 3D മോഡലിംഗ് പഠിച്ചു. യൂട്യൂബ് നമുക്കിപ്പം ഈ ലോകത്തൊരാളെ എന്താ പറയുക, എന്തിനും ചെയ്യണേ പോലും ഇപ്പം ഒരു കാര്യം തുടങ്ങണേലോ എന്തിനും നമുക്ക് ട്യൂട്ടോറിയൽസ് അവൈലബിൾ, എന്തിനും ട്യൂട്ടോറിയൽസ് അവൈലബിൾ. നമുക്ക് നല്ല കാര്യത്തിനെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ട്യൂട്ടോറിയലുണ്ട്. അപ്പോൾ 3D മോഡലിംഗ് ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് പിന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൻസാഫ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ മലപ്പുറത്തുള്ള കുറേ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസിൻ ഓൾറെഡി എനിക്ക് നേരത്തെ തൊട്ടേ കോൺടാക്റ്റിലുള്ളതാണ്. കാരണം അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അന്ന് ഞാനിങ്ങനെ ജസ്റ്റ് കാര്യം പറഞ്ഞു, അദ്ദേഹം എൻ്റെ അളിയാത്ത വിളിക്കുന്നത്. ഞങ്ങൾ അത്ര ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉള്ളതാണ്. സോ അളിയൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണെങ്കിൽ എപ്പോഴും ആ കാര്യങ്ങൾ നന്നായി വരും. അപ്പം ഞങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ എലമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ വന്ന ഫോസ്റ്റേഴ്സും അല്ലെങ്കിൽ പ്രീവിയസ് ആപ്സ് എടുത്ത് നോക്കിയാലും അത് നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം അതിൻ്റെ ക്വാളിറ്റി ഞങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ അത് കീപ്പ് ചെയ്തത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് വേറൊന്നുമല്ല, ഒരു മേജർ അപ്ഡേറ്റ് കൊടുക്കാനായിട്ട്. അത് ഈ വരുന്ന ഇയറിൽ തന്നെ ഞങ്ങളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഓൾറെഡി ഇൻവെസ്റ്റേഴ്സൊക്കെ ആയിട്ടുണ്ട്. അത് ക്ലൗഡ് ബെഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ ഫൗണ്ടർ ബെഞ്ചമിൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ബെഞ്ചമിൻ സാറിൻ്റെ ഒരു സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ കട്ടപ്പനയിൽ ആ ഒരു ഇവൻറ്റ് ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് വരുന്നു. അപ്പോൾ ആളുകൾക്കിടയിലേക്ക് നല്ലത് ചെയ്തൊരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെ ഒരു ഇവൻറ്റിലാണ് ഞങ്ങൾ ആ ഒരു ഇവൻറ്റ് ചെയ്യുന്നത്. കാരണം അതിനകത്ത് പല ആളുകളുടെ പലതരത്തിലുള്ള പ്രൊഡക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകളുടെ പല തരത്തിലുള്ള ക്രിയേറ്റീവ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പല ആളുകൾക്ക് അച്ചീവ്മെൻറ്റ്സ് കിട്ടും. അത് അവരെ സംബന്ധിച്ചൊരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ആ ഒരു മോട്ടിവേഷനാണ് ഒരു നല്ല ജനറേഷനിലേക്ക് നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ബിലീഫ്. നമ്മൾ തുടങ്ങുമ്പോൾ ഏതൊരു ബിസിനസ്സിനെ അല്ലെങ്കിൽ എന്ത് തുടങ്ങാനും ഒരു ക്യാപിറ്റൽ വേണം. അപ്പോൾ ആരവരുടെ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്ര ക്യാപിറ്റൽ വെച്ചാൽ സ്ട്രീംലെക്സ് ഞാൻ 0 ക്യാപിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 15 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്. അതുവരെ ആക്കിയെടുത്തത് എൻ്റെ ബാസിൻ ബ്രോയുടെയും അല്ലെങ്കിൽ എൻ്റെ പാസ്മണിയുടെ ഞങ്ങളുടെ മാത്രം ഹാർഡ് വർക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾക്കിടയിലേക്ക് വേറെ ആരും വന്നിട്ടില്ല.
ഞങ്ങൾക്കിടയിൽ ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ പ്രകാരമാണ് എല്ലാം. ഇപ്പം എംപ്ലോയീസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്കാലർ ചെയിൻ ത്രൂ, അതല്ലെന്നുണ്ട് സ്കാലർ ചെയിൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഞങ്ങളെല്ലാം A2B B2C ആ ഒരു കോൺവെർസേഷൻ ടൈപ്പ് മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കലും അവിടെ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആകാൻ ഞങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റിന് ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒഫീഷ്യലി ഒരു കാര്യം നടത്തണമെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്തതിൻ്റെ ഫോർമൽ ചെയിനിലൂടെ തന്നെ, അല്ലാണ്ട് അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധങ്ങൾ ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ തുടക്കത്തിൽ പോലതിന് ഒന്നുമില്ലായ്മയിൽ ഇത്ര ആക്കിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ കയ്യിൽ എത്രത്തോളം റിസോഴ്സസ് ഉണ്ട് എന്നതിനെ ആശ്രയമാക്കിയല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ വളർച്ചയായിട്ട്. കാരണം ലുലു ഗ്രൂപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പുള്ളി ചെറിയൊരു ക്യാപിറ്റലിൽ നിന്നാണ്. ഇപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ നമുക്ക് അസൈൻ ചെയ്യാണ്ട് നമുക്ക് വിചാരിക്കാത്തതിന് അപ്പുറമായിരിക്കും. കാരണം അദ്ദേഹം അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ദാറ്റ് മീൻസ് എനിക്ക് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് നമുക്ക് പറ്റിയില്ലെന്ന് വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു സ്ഥാപനത്തിരിക്കണം. സോ നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്നതിലല്ല കാര്യം, നമ്മളെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം. അവിടെയാണ് നമ്മുടെ ഒരു ഹാർഡ് വർക്കിനുപരി സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ചിരിക്കാണ്ട് കയ്യിലുള്ള സംഭവങ്ങൾ എന്താണോ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും, അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. വി ക്യാൻ ഗെയിൻ മോർ അല്ലെങ്കിൽ വി ക്യാൻ ഏൺ മോർ പ്രോഫിറ്റ് ഓർ മോർ ലോസസ് ഇൻ ആൻ ബിസിനസ്. കാരണം പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ രണ്ട് സൈഡാണ്. അത് എടുക്കുന്നതിനാണ് അല്ലെങ്കിൽ ഒരു ഏടി കയറുന്ന പോലെ തന്നെ എത്ര പ്രോഫിറ്റ് ഉണ്ടോ അത്ര ലോസ് റേഷ്യോ ഉണ്ട്. അതായത് താഴോട്ട് പോയാൽ തന്നെ എത്രത്തോളം ഉണ്ട് അത്ര നെറ്റ് ലോസ് റേഷ്യോ ഉണ്ട്. അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ് പോയത് ഞാൻ പറ്റുന്നത്. കാരണം അതിനെ നിലനിർത്താനാണ് പാടി. ഇപ്പം പൊതുവെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു സക്സസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിനോ അപ്പം നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ക്രിറ്റിസിസംസ് ചുറ്റും നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ആരോഗ്യത്തെ ഏജ് വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലായിരിക്കും കുട്ടിയാനും ഈ എന്താന്നൊക്കെ പറയും. തീർച്ചയായും അങ്ങനെ ഉള്ളതുകൊണ്ട്, അതായത് നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ സാഹചര്യത്തെ നമ്മൾ എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കലും അതിൽ നിന്ന് ഒന്നും എത്തിച്ചേരാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ സാഹചര്യം എന്താണേലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ചാനൽ ഇപ്പോൾ പാടുമ്പോൾ തമ്മിൽ പറയുക എനിക്കിപ്പോൾ ഇത് നടത്തണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടർ വേണ്ടെന്ന് വെച്ചാൽ അതോടെ തീർന്നു. പക്ഷേ ഒരു ക്രിറ്റിസിസം വരുമ്പോഴത്തേക്കിന് നമ്മൾ എനിക്കത് കുഴപ്പമില്ല, നീ പോയാൽ പോയി, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ്, എന്നൊരു ധൈര്യമാണ് അതിനെ ഒരു വലിയ ലെവലിലേക്ക് എത്തിക്കുന്നത്. അത് ഞാനിപ്പോൾ ക്രിറ്റിസിസംസും പോസിറ്റിവിറ്റി എടുക്കുന്നതാണ്. ഇപ്പം റീസെൻ്റ്ലി വരാക്കി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ കുറേ ക്രിറ്റിസിസം ഫേസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇറ്റാലിയൻ VFX ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ അത് AI ആണെന്ന് പറഞ്ഞവരുണ്ട്. അതിനിപ്പോൾ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് നല്ല രീതിക്ക് ഒരു ക്വാളിറ്റി ഔട്ട് ഇറക്കിയാൽ ഇങ്ങനെ അത് വലിയ ആൾക്കാരൊന്നും അല്ല, നമ്മുടെ റൂറൽ ഏരിയയിലുള്ളവരൊക്കെ തന്നെ AI ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്തവരായിരിക്കും അവരുണ്ട്. ബട്ട് എങ്ങനെയൊക്കെ അവർ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താവും അങ്ങനെയൊക്കെ ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, അവരങ്ങനെ ഹാപ്പി ആകും. തളർന്നിട്ടുണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടോ? ഈ ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ശരിക്ക് പെട്ടെന്ന് തോർത്തെടുക്കാൻ പാടാണ്. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും വെല്ലുവിളികളും അതുപോലെ തന്നെ എന്തെങ്കിലും ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിൻ്റെതായ രീതിക്ക് ഒരു എന്താ പറയുക, ഇപ്പം ഓക്കെ ഇല്ല ഉണ്ട് ഇതായിരിക്കും ആ ഒരു മൈൻഡ് സെറ്റാണ്. അല്ലാണ്ട് നമ്മുടെ കൂടുതലായിട്ട് അതിന് വേണ്ടി കിട്ടിയില്ലാത്തതിന് ഒരിക്കലും ഇപ്പം ഒരുപാട് ഈ വെച്ചിരുന്ന അപ്പം സ്പോൺസേഴ്സിൻ്റെ പല ലോബിൻസ് വഴി വിട്ടുപോയിട്ടുണ്ട്, അതായത് നമുക്ക് വരാണ്ട് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും അതിന് നല്ലതായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. കാരണം അവർ ആ ഒരു എമൗണ്ട് കൊണ്ട് പല എതിരായിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ലോസ് ആയി പോയിട്ടുള്ളൂ. അതൊരിക്കലും നമ്മുടെ തെറ്റുമല്ല, അവരുടെ ഇൻറ്റൻഷൻസ് അല്ല, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റോങ് ആയ സ്പേസിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇതുവരെ അത് റോങ് ആയിട്ട് പോയിട്ടില്ല. നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴോ അതിന് ചുറ്റുപാടുകൾ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ നോക്കാറിയോ, ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിരിക്കുക. നമ്മുടെ കൂടെ ഒരു 10 പേരെങ്കിൽ പോട്ടെ, 10 പേര് ഹാപ്പി ആയിരുന്നാൽ മാത്രം മതി. നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് എത്രത്തോളം ഇതുള്ളൂ അത്ര അവിടെ ഹാപ്പി ആയിരുന്നാൽ മാത്രം. എങ്ങനെയാണ് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഭയങ്കര ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിനുണ്ടായപ്പോൾ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്തായിരുന്നു? എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നല്ലതാണ് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ട്. എൻ്റെ ഇൻഡക്ഷൻസിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന ആളുകളിൽ രക്ഷപ്പെട്ടിട്ടുള്ളവർ, കാശ് ഉണ്ടാക്കിയിട്ടുള്ളവർ ബാർ ഹോട്ടൽ ഓണേഴ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബാർ ഹോട്ടൽ തുടങ്ങിയ രക്ഷപ്പെടാം. അത് ചെറുപ്പത്തിലാണ്, അതെന്താ നാട്ടിലും കണ്ടുപിടിക്കുക ചെറിയ പ്രായത്തിലാണ്. അത് എന്താണ് ഓർഗനൈസേഷൻ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഓർഗനൈസേഷൻ ഒപ്റ്റേരുന്ന നല്ല അച്ചീവ്മെൻറ്റ്സ് അത് അങ്ങനെ ഇതിൻ്റെ എന്താ ഉള്ളതോ അറിയില്ല. അന്ന് ഞാൻ സെറ്റ് ചെയ്തൊരു ഗോളാണ് ഇതൊരു ഹ്യൂജ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ തുടങ്ങുന്ന ഒരു വലിയ തുക വേണം. എൻ്റെ ഫാമിലിയിൽ എന്താണെന്ന് അത്ര എടുക്കാൻ ബാക്കപ്പ് ഇല്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഫാമിലി സപ്പോർട്ടോട് അഥവാ കിട്ടിയെങ്കിൽ തന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അതിൻ്റെ വാല്യൂ ഇല്ലല്ലോ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടേതായിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ തോന്നിയതാണ് സിനിമയിലൂടെ ഫാഷൻ ഉണ്ടാക്കി ബിസിനസ് തുടങ്ങി. അതെന്ന് പറയുമ്പോൾ സിനിമയിൽ
നമുക്ക് അറിയത്തില്ല, അതിൻ്റെ വശങ്ങളും അറിയത്തില്ല. സിനിമയെന്ന് പറയാൻ പറ്റാം. ഏത് സമയത്ത് ആലോചിക്കുന്നത്? എത്ര വയസ്സിൽ ആലോചിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പമാണ്, കാരണം ഞാൻ എപ്പോഴും സ്കൂളിൽ കാരണം അത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സ്ട്രോങ്ങർ ആക്കുന്നത്. എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ക്ലാസ് ടീച്ചർ എപ്പോഴും ഒരു പഴഞ്ചൊല്ല് പോലെ ഒരു കാര്യം പറയും, തീരുണ്ടായത് ഒരിക്കലും നമ്മൾ വെയിലത്ത് പാടത്തില്ല. തീരുണ്ടായി എത്ര പേര് കൊണ്ടാലും ഒരു വെയിലത്തോ അല്ലെങ്കിൽ ചെറിയൊരു മഴയത്തോ നശിച്ചു പോകത്തില്ല. അതെപ്പോഴും അത് അതിൻ്റെ ഒരു പവറോട് കൂടി നിൽക്കും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളോ നമ്മളെ സ്ട്രോങ്ങർ ആക്കുന്നത്, നമ്മളെ മെച്യൂർ ആക്കുന്നതിൽ നല്ല നല്ല ഡിസിഷൻസിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞ സിനിമയിലൂടെ എനിക്ക് ഉണരണം ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ വരാനി എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി നേരത്തെ മെൻഷൻ ചെയ്തല്ലോ. അപ്പോൾ വരാനി എന്ന സിനിമയിലേക്ക് എങ്ങനെ എത്തി? സിനിമ എന്നത് ആഗ്രഹം എങ്ങനെ എത്തിയതാണ്? ആക്ച്വലി വരാക്കി ഒരു ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമുകൾക്ക് വലിയ എന്തെങ്കിലും ഒരു നല്ല കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനമൊക്കെ ആദ്യം ചിലപ്പതികാരം എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റിൻ്റെ അസൈനായി അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പ്രീ പ്രൊഡക്ഷനും കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുണ്ടായിരുന്ന ബോസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു, ഹരിത കേരള സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ. അദ്ദേഹം സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു പോയി. സോ അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ആയിപ്പോയി, പിന്നെ സാധിച്ചിട്ടില്ല. ആക്ച്വലി ഫോർ ഫിലിം ഞാൻ അൺലക്കിയസ്റ്റ് ഡയറക്ടറാണ്, അല്ലെങ്കിൽ അൺലക്കിയസ്റ്റ് മേക്കറാണ്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ ഔട്ട് വന്നിട്ടില്ല, കാരണം പലത് പെട്ടിയിലായിപ്പോയി. അത് പലത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വരുന്ന ഇഷ്യൂസാണ്. അത് ചിലപ്പോൾ മണ്ണിക്ക് പ്രോപ്പർ ആയിരിക്കും വരാം, അതിന് പല ഇഷ്യൂസ് കൊണ്ട് വരുന്നത് ഒരു മേജർ ഇട്ടാണ്. അത് പിന്നെ നമ്മൾ അതിനകത്ത് വലിയ കാര്യങ്ങൾ ചെലുത്താറില്ല, കാരണം ആ പ്രൊഡക്റ്റിന് നമുക്കൊരു പേയ്മെൻറ്റ് തന്നായിരിക്കും ഒരു സ്റ്റോറിയൊക്കെ എടുത്തേക്കത്. പിന്നെ നമ്മൾ അതിന് മേലെ അതിനകത്ത് വർക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ ക്രൂ മെമ്പേഴ്സിന് പോരാത്തൊരു പ്രൊഡ്യൂസറാണ് ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഒരു അടിത്തറയെന്ന് പറയുന്നത്. ഇതിലാണ് ഒരു ഡയറക്ടർ ആ ഒരു കെട്ടിട സംശയം പടുത്തു വരുന്നത്. ഒരു കെട്ടിടമായിട്ട് നമ്മൾ സിനിമയെ കണക്ക് കൂട്ടുക. ഇതിനകത്ത് പ്രൊഡ്യൂസറുടെ ബില്ലിങ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ നിന്നിട്ട് പെട്ടെന്ന് അടിത്തറ പൊളിഞ്ഞു പോകുമ്പോൾ ഞാൻ കൂടെ സ്ട്രക്ചർ പോലെ താഴെ പോകുന്നല്ലോ, ഞാൻ വീണ്ടും റീബിൽഡ് ചെയ്യും. സോ അങ്ങനെ വന്നതാണ് വരാക്കി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ്. വരാക്കി ആക്ച്വലി അത് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടി പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡ് അത് ഇന്ത്യയിലുള്ള പല ലാംഗ്വേജുകാർ കൈകാര്യം ചെയ്ത്. അതിലെല്ലാം ഉപരി ഒരു ഇറ്റാലിയനാണ് ഒരു VFX അറിയിച്ചിരിക്കുക, ക്രിസ്ത്യൻ സ്കിമോ. എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ് അദ്ദേഹത്തിന്. എനിക്ക് എപ്പോഴും ഇൻ്റർവ്യൂ കാണുന്നുണ്ടേ പോലെ ഐ ഓൾവേസ് താങ്ക്ഫുൾ ടു യു, ബിക്കോസ് നമ്മളുടെ ഒരു പയ്യതിലുപരി ഞാനൊരു നല്ല സ്റ്റോറി പറഞ്ഞപ്പോൾ അത് അപ്രോച്ചിങ് ഒരു മെൻറ്റാലിറ്റി ഉള്ളൂ. ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളുടെ ഒരു ഇൻറ്റൻഷനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യത്തിനെ ഒക്കെ നല്ല അല്ലെങ്കിൽ ഇറ്റ്സ് ഗുഡ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. നല്ല കാര്യങ്ങൾ കേട്ടോ, എനിക്കിഷ്ടമാണ്. മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്നത് നല്ലത് അത് അവിടെയാണ് ഒരു പവർ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസംസ് എങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ AI ആണെന്ന് പറയുമ്പോൾ ഞാനത് പോസിറ്റീവ്ലി എടുത്തത്, കാരണം ഒരു ഗോൾഡൻ ടോൺ ഗ്രേഡിംഗ് ആണ് ആ വീഡിയോയ്ക്ക് കൊടുത്തേക്കുന്നത്. പുള്ളിയുടെ പ്രൊഫഷണൽ ക്യാമറ റെക്കോർഡ് ചെയ്ത് അത് ഗ്രേഡ് ചെയ്തെടുത്തപ്പോൾ ആ ക്വാളിറ്റി കിട്ടി. അപ്പോൾ ആളുകൾ അത് അത് തിരിച്ചതിൽ എനിക്കിരുന്നില്ല. പിന്നെ ഞാനത് റോ ഫുട്ടേജും കൂടെ അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ശരി ഓക്കെ അങ്ങനെ. അപ്പം ഞാൻ ചില സമയം ക്രിറ്റിസിസംസ് പോസിറ്റീവാണ്, കാരണം നമ്മളുടെ അതൊരു റോങ് ടെൻഷൻ പോകത്തില്ല ജനങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റോ ഫുട്ടേജ് സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്തു, കാരണം നാളെ ഒരിക്കലും ഇതൊരു AI വീഡിയോ ആണെന്ന് അവരത് പറയും. പിന്നെ പ്രമോഷൻ സമയത്ത് ഇവരൊക്കെ ലൈവ് വരും, അവരുടെ അക്കൗണ്ടൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഫേക്ക് അങ്ങനെ ഇല്ല, എന്നാലും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു ഇതാണ്. കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവരെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കരുത്. നമ്മളൊക്കെ പൊതുവെ ഇപ്പോൾ ആരോഗ്യങ്ങളുടെ ഏഞ്ച് വെച്ച് നോക്കി ഇവിടെ കുറേ പറ്റിക്കപ്പെടാനുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടിയാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇതുപോലെ ഇതിനെ ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, പിള്ളേർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ കേട്ടിട്ടുണ്ട്. വൈറ്റ് ഷുഡ് നമുക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതെല്ലാ കാര്യത്തിലും എനിക്കും അങ്ങനെ പറയുന്നത് ഇഷ്ടമില്ല, എന്നോട് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. നമ്മളൊക്കെ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഇറ്റാലിയൻ ക്രിസ്ത്യൻസ്ക്ക് നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവർക്കിത് വലിയ അത്ഭുതമൊന്നുമില്ല. അവരുടെ രാജ്യത്തിന് ഒരു കോമൺ ആണ്. നമ്മുടെ ഇവിടെയാണ് ഒരു ഇത്ര പർട്ടിക്കുലർ ഏജ് വരെ അവർ വീടിൻ്റെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ കീഴിലായിരിക്കണം, അതിന് ശേഷം അവർ ജോലിക്ക് മാത്രമേ പോകാവൂ. അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു ആളുകളുടെ ബേസിക് അക്സെപ്റ്റാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഒരു തോട്ടിൽ മെയിൻ ഇഷ്യൂ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തോന്നിയിട്ടുണ്ടാവും. എപ്പോഴും ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ ഒരിക്കലും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. എനിക്കതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നതിൻ്റെ മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഓൾറെഡി സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ പണ്ടാരോ വെച്ച ഒരു സിസ്റ്റമാണ് ഇപ്പോഴും പോകുന്നത്. ഇതിലൊരു ചേഞ്ചോ അല്ലെങ്കിൽ പുതിയ ഒരു ആളുകൾക്ക് എങ്ങനെ
ഒരു മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ഫിയർലെസ് ആയിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പോലും അറിയാത്ത ഒരു പേടിയാണ്. ഒരു കൈൻഡ് ഓഫ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു റോങ് ഇതാണ്. പോരാതെ ഒരു കോവിഡ് എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു എപ്പിഡമിക് കൂടെ കഴിഞ്ഞത് കൊണ്ട് ആളുകൾക്ക് എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു കേരളത്തിൽ ഈ സിറ്റുവേഷൻ ഭയങ്കര കൂടുതലാണ്. കാരണം ഞാൻ ഇപ്പോൾ സെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അത് കട്ടപ്പനയിൽ ഇവിടെ അറക്കൽ ബിൽഡിംഗ് തേർഡ് ഫ്ലോറിൽ അതിൻ്റെ ഫർണിഷിംഗ് ഒക്കെ നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഇൻവെൻഷൻ ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിനകത്ത് ട്യൂഷൻ സെൻ്ററാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സൗത്ത് ആദ്യമായിട്ട് VR നമ്മൾ മാത്സ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ട്യൂഷൻസ്, നോർമൽ ട്യൂഷൻസ്, അതും ക്ലാസ് ഷിഫ്റ്റ് വെച്ച് അത് നമ്മൾ 5 രൂപയ്ക്ക് ഒരു മാസം പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതൊരു വലിയ ഇൻവെൻഷനായിട്ട് ഞങ്ങൾ കരുതുന്നത്. അത് സെൻട്രലൈസ് ബേസിക് ക്ലാസ് റൂംസ് ആയിരിക്കും, വെൽ ഫർണിഷ്ഡ് ആയിരിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല പ്രൊഫഷണൽ ടീച്ചേഴ്സ് ആയിരിക്കും. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. അത് നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ നല്ല ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നല്ല കാലിബറുള്ള നല്ല ടാലൻ്റ് ഉള്ള ആളുകൾക്ക് നല്ല ഇത് ആവശ്യമാണ്. അത് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ആദ്യത്തെ ക്യാപിറ്റൽ എങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് റിസോഴ്സസ് സെൻറ്ററിൽ തുടങ്ങിയതാണ്. അതുപോലെ തന്നെ എന്നെക്കാട്ടിലും ഐഡിയാസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവർ തന്നെ കാണും. അവർക്ക് എങ്ങനെ എക്സിക്യൂഷൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. ഇതിനെല്ലാം ഒരു പ്രോപ്പർ സൊല്യൂഷൻ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു എക്സ്ട്രാ കരിക്കുലർ നല്ല സ്കില്ലിന് വേണ്ടി ചെറിയ ട്രെയിനിങ്സ് കൊടുക്കും. അതായത് മത്തിനെയോ അല്ലെങ്കിൽ വീക്കിലെയോ നല്ല ഏതെങ്കിലും ഓൺട്രപ്രണറോ അല്ലെങ്കിൽ വെബ് ഡിസൈൻ ഡെവലപ്പറോ ഇതിന് സീരിയസ് ആയിട്ടുള്ള ലോക്കൽസ് എല്ലാം സീരിയസ് ആയിട്ടുള്ള ആരെങ്കിലും വന്ന് അതിനുവേണ്ടി നല്ല ക്ലാസ്സിൻ്റെ അടുത്ത് കൊടുക്കുക. അതിനൊരു പുതിയൊരു എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അത് പുതിയ സിസ്റ്റം അല്ല. കാരണം നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് അത് സ്ട്രീംലെക്സിൻ്റെ കീഴിൽ തന്നെയാണ്. അതൊരു ചെറിയ സ്റ്റാർട്ടപ്പാണ്. അതിന് ഇത്ര വലിയ സംഭവമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. പണ്ട് ആരുടെയോ ചിന്താഗതികളിൽ നിന്നാണ് സ്വാതന്ത്ര്യം എന്നുള്ളൊരു വലിയ ആശയം തന്നെ രൂപപ്പെട്ടത്. അതുപോലെ നമ്മളുടെയൊക്കെ ചിന്താഗതികളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് നല്ല ആശയങ്ങളുണ്ട്. ഇതിനെ പുറത്തെടുത്താൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ഒരു കാര്യത്തിന് തുടക്കമായി മാറും. അത് ഇപ്പം ആരോഗ്യം അല്ലെങ്കിൽ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷനും ആൻഡ് ബിസിനസ് ആസ്പെക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കാരണം നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇത് ഭയങ്കര ഒരു കണ്ണായിട്ടുള്ള കാര്യമാണ്. ഇത് കാട്ടുകൊണ്ടിരിക്കും. ഞാനിവിടെ തള്ളാതെ എൻ്റെ മിസ് ഇത് കാട്ടുമ്പോഴത്തെ ക്രിറ്റിസൈസ് ചെയ്യും. അതിൽ തന്നിട്ട് ഞാനൊരു എന്താ പറയുക അത്യാവശ്യം പഠിക്കാൻ ദൈവം അനുഗ്രഹിച്ച് മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിലൊരു കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം തന്നെ മാർക്ക് ഉണ്ടായത്. കാരണം ഞങ്ങൾക്ക് A+ ബേസ് ചെയ്തിട്ടല്ല. കാരണം +1 ആണല്ലോ. +1 A+ അങ്ങനെയില്ല. ഒരു ടോട്ടൽ ഇത്ര വെച്ചിട്ടാണ്. എല്ലാത്തിനും തന്നെ ഡബിൾ പാസ് എന്ന രീതിക്ക് ഉണ്ടായിരുന്നു. ഇത് കേട്ടിരുന്ന മിസ്സിൻ്റെ എഴുതുക. കാരണം ഞങ്ങളെടുത്ത് എപ്പോഴും പറയുന്നത് ഡബിൾ പാസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ. പക്ഷേ എല്ലാത്തിനും തന്നെ 48 എഴുതുന്ന എല്ലാ സബ്ജക്റ്റിനും തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വലിയ സ്ട്രഗിളിലേക്ക് ഇല്ലാട്ട് പഠിച്ചിറങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അത് ഞാൻ എല്ലാ ദിവസവും പോകാറില്ല. അതായത് എന്ന് വെച്ചാൽ അത് വേർപ്പ് കൊണ്ടല്ല, ഒരു ഇത്ര അറ്റൻഡൻസ് ഷോർട്ടേജ് നമുക്കുണ്ട്. ഒരു 7 എനിക്ക് തോന്നുന്നു 85 കണ്ടാൽ നോക്കും. 85 75 കണ്ടാണ്. ഞാൻ അതിനിടയ്ക്ക് കറക്റ്റ് ഗ്യാപ്പ് എടുത്ത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു മാസം ആവശ്യം ചെയ്യാനുണ്ടോ, ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫിലിമിന് വേണ്ടി ഉണ്ടോ, അതിലൊരു പർട്ടിക്കുലർ ടൈം ടേബിൾ തയ്യാറാക്കി. അതായത് ചിലപ്പോൾ വീക്കെൻഡ്സിലായിരിക്കും. വീക്കെൻഡ്സിലാണെങ്കിൽ 3 ദിവസം പോകും. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നോക്കി തേഴ്സ്ഡേയോ അങ്ങനെ അത് കണ്ടിന്യൂസ് ചാർട്ട് ചെയ്യും. ഇതിന് കൂടെ എന്തെങ്കിലും പബ്ലിക് ഫോർഡിനേക്കാണ് ഇതൊരു ചാർട്ടിൽ പോയാൽ ഇതിനകത്ത് തന്നെ കാര്യങ്ങൾ നടത്തും. പിന്നെ തിരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ ഏകദേശം പഴയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഫുള്ള് കേട്ടാൽ പഴയതൊക്കെ ഏകദേശം മനസ്സിലാവും. പിന്നെ നമ്മൾ കൈ നിന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റും. അതിൽ നിന്ന് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ലാംഗ്വേജ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ ചാപ്റ്റർ ബേസ് ചെയ്ത് വേണം. കൂടുതൽ നമ്മൾ കൈ നിട്ടാണല്ലോ എഴുതാതെ. എന്ന് വെച്ചാൽ മൊത്തം കൈ നിന്നത് തന്നെ എഴുതും. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൈ നിട്ട് എഴുതുമ്പോൾ അതിൻ്റേതായ മാർക്കുകൾ വരും സ്കോർ ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സോധാനം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട സപ്പോർട്ടാണ് ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നോക്കുമ്പോൾ എങ്ങനെയാണ് അരമുണ്ട് എല്ലാവരും സപ്പോർട്ട്? ഞാൻ എപ്പോഴും ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എൻ്റെ പേരൻസ് ഓൾവേസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യലി ഞാനൊന്നും മേടിക്കാൻ നിൽക്കില്ല. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ ഒരു 10th തൊട്ടുണ്ടായിരുന്നതിനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഗോഡ്വിൻ, ജയ്ബോൾ, സ്മൃതി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെപ്പോഴും സപ്പോർട്ടിങ് ആണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ഇപ്പോൾ വരാഖി എന്ന് പറഞ്ഞ പോസ്റ്റർ ഇറങ്ങുന്നതിന് മുമ്പേ ഇപ്പോൾ നമ്മുടെ മനോഹര സിനിമയ്ക്കകത്ത് അവൻ പറയുന്നൊരു ഡയലോഗില്ലേ, അതായത് വിനീത് ശ്രീനിവാസ് സാറ് പറയുന്നൊരു ഡയലോഗുണ്ട്, എന്നെ ആവശ്യമില്ലാത്ത മോട്ടിവേഷനുകൾ തന്നിട്ട് കുഴി ചടിക്കുന്നത്. അതേ അവസ്ഥ എനിക്ക്. ഞാൻ എന്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാലും ഇപ്പോൾ ചുമ്മാ പോയി ഞാൻ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴും
റെയിൽവേ സ്റ്റേഷൻ ഗവൺമെന്റിന് മാത്രമുള്ളതാ. അവിടെ ഞാൻ പോടാ നീ പൊളിച്ച് ആ ലെവൽ ഓഫ് ഫ്ലൈറ്റ് കൂട്ടുകാരാണ് എനിക്ക് എല്ലാവരും അതെ കേട്ടോ. പേരെടുത്തത് എൻ്റെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഓവർ ആക്റ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ക്ലാസ്സിൽ. എനിക്ക് കാരണം ഞാൻ എപ്പോഴും സേഫ് സോൺ ആയിട്ടിരിക്കുന്നത് എവിടെയാണ് അവിടെ ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ചില്ലായിട്ട് വൈബാണ്. അപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവരും ഇതുപോലെയാണ്. അത് ഞാൻ ഭയങ്കര ഒരു കാര്യം ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാൽ അവരെല്ലാം ഏറ്റു പിടിച്ചോളൂ. അത് ഭയങ്കര എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. കാരണം ആദ്യമൊക്കെ ഇന്ന് വരെയാണ് അത് ഞാൻ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ 7th വരെ പഠിച്ചത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്കുള്ള ഫ്രണ്ട്സ് ദൈവം ഇംഗ്ലീഷ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം ഏജിനെക്കാളും മെച്ചൂരിറ്റി ഞാൻ കാണിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഡൗട്ട് തോന്നിയിട്ട്? തോന്നിയിട്ടില്ല. നമ്മളുടെ ഒരു ഇതിൻ്റെ ആവശ്യം എന്താണോ നമ്മൾ അതിനെ ആയിരിക്കുന്നത്. കാരണം നമ്മളൊരു ബിസിനസ് നടക്കുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് ചുമ്മാ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് നടന്നിട്ടോ കാര്യമില്ല. ഇപ്പോൾ ആരും സംസാരിക്കുന്ന രീതി കണ്ടാലും നമുക്ക് ഭയങ്കര മെച്ചൂരിറ്റി അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ സംസാരിക്കുന്ന രീതി നമുക്ക് ഒരിക്കലും ഇത്ര കൊച്ചിങ്ങനെയൊക്കെ സംസാരിക്കുക അങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാതെന്ന് ചോദിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഉള്ള കാര്യം സംസാരിച്ച് പറയുമ്പോൾ അതിന് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ പറയുന്നേ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ എക്കണോമിക്സ് ക്ലാസ്സിന് എൻ്റെ മിസ് ഇങ്ങനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ആരോപിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നുമല്ല, അവരെന്തെങ്കിലും ശത്രുത ആർക്കെങ്കിലും അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയും. എന്നാലും അവരെപ്പോഴും ചിരിച്ചോണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് ആരും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇതൊരു തിരിച്ചൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അത് മിസ് എപ്പോഴും വന്ന് ക്ലാസ്സിൽ പറയും. അതെനിക്കപ്പോൾ ഭയങ്കര ഹാപ്പി തോന്നി. കാരണം എപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്ത് കേട്ടാലും ഞാൻ ആരുടെ അടുത്ത് തിരിച്ച് പറയാൻ പോകാറില്ല. ഞാനെല്ലാം എന്തൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നതാണ്. അല്ലാണ്ട് എനിക്ക് പുറമെ അല്ല ഈ നമുക്ക് എല്ലാവർക്കും ഉണ്ട് സങ്കടങ്ങളുണ്ട്. മനുഷ്യർക്ക് അവർക്ക് സങ്കടങ്ങളുണ്ട്, ദേഷ്യമുണ്ട്, അരിശമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പേരൻസിനൊക്കെ ഉണ്ട്. മനുഷ്യനാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമുക്ക് ലൈഫിലൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ട്രാജിക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ തന്നെ തിങ്ക് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് ഒരുപാടൊക്കെ എന്താ പറയുക ഡെപ്തിലേക്ക് പോകത്തേ ഉള്ളൂ. പക്ഷെ നമ്മളതൊന്ന് മാറി ചിന്തിച്ചാൽ നമുക്ക് ക്രിയേറ്റീവില് അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടർപ്രണർഷിപ്പോ അല്ലെങ്കിൽ നല്ല കഥകൾ എഴുതുക അല്ലെങ്കിൽ നല്ലൊരു ഫിലിമിന് വേണ്ടി അപ്രോച്ച്, എനിക്കിതാണ് എൻ്റെ ഹാപ്പിനെസ്. നമ്മളുടെ ഹാപ്പിനെസ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ എപ്പോഴും ഉള്ള ചുറ്റുപാടും അതുപോലെ പല കാര്യങ്ങളും. ഞാൻ ഈ ഒരു സമയത്ത് എനിക്കൊരു എപ്പോഴും വരുന്നൊരു ഡയലോഗുണ്ട്. അത് നമ്മളൊരിക്കലും ചുറ്റുപാടുകൾ കഠിനപ്പെട്ടവരായിരിക്കരുത്. നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലേക്കുള്ള ഗോൾ എയിം ചെയ്ത് പോകണം. ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിശ്രമിക്കാൻ അവസരം കൊടുക്കരുത്. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അൻറ്റിൽ ഡെയിലി നമുക്ക് തീർച്ചയായും സക്സസ് ആകും. അല്ലാണ്ട് അതെവിടെയും പോകത്തില്ല, നമ്മളെ വിട്ട് എങ്ങും പോകത്തില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ മൂവിയിൽ വരാഹി പറയുന്ന ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്ററൊക്കെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര കുറച്ച് ആ ഒരു എസ്തറ്റിക് വൈ അല്ലെങ്കിൽ മിത്ത് റിലേറ്റഡ് അങ്ങനെ ഒരു സ്റ്റോറിയാണ് തോന്നുന്നു. അതൊരു മിത്ത് സബ്ജക്റ്റാണ്. ഓൾസോ അത് ത്രില്ലർ സബ്ജക്റ്റാണ്. അത് 3D അവർ വരച്ച് ചെയ്ത പോസ്റ്ററാണ്. അതെനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നു. കാരണം ഒരു അതർ ലാംഗ്വേജിലുള്ള ഒരാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. ഓൾസോ സപ്പോർട്ട് ചെയ്ത വൈശാഖ് പുള്ളി തൃശ്ശൂരിൽ ഉള്ളതാണ്. പ്രോ മീഡിയ എന്നാണ് പുള്ളിക്കാരൻ്റെ ഇത് കമ്പനീനെ. അതേപോലെ ടൈമിൽ ഡിസൈൻ ചെയ്തത് അതിൻ്റെ അകത്ത് ആ പോസ്റ്റർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഫിലിമിൻ്റെ ഏകദേശം എലമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫിലിം എന്ന് പറയുന്നത് കോമൺ സെൻസ് മാത്രമല്ല, സിനിമയിൽ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഇറ്റ്സ് ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ട്. അതെപ്പോൾ അതൊന്നും പ്രായത്തിൽ ഡിപ്പെൻഡ് ചെയ്തല്ല, നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ആവാം. ദാറ്റ് മീൻസ് ഒന്ന് അസിസ്റ്റൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ സിനിമ ചെയ്ത് പൊട്ടി എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ സിനിമ ചെയ്യാത്ത യൂട്യൂബിൽ പോലെ സിനിമയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ ട്യൂട്ടോറിയൽസ് തന്നെ ആളുണ്ട്, അത് കണ്ടും ചെയ്യാം. ഇതിലെല്ലാം ഒരു കോമൺ ഫാക്ടർ ഉള്ളതെന്താണെന്ന് വെച്ചാൽ സിനിമ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണം. അവിടെയാണ് ആ സിനിമയുടെ ഒരു ഇമോഷണൽ അല്ല, ആ സിനിമയുടെ ഒരു വലിയ ഇഷ്ടം ഞാൻ വിചാരിക്കുന്നു. കാരണം സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ നെറേറ്റർ കണ്ട ഫുൾ വിഷൻ സിനിമയായിട്ട് ഏത് സിനിമ വന്നാലും നല്ല സിനിമകളാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ നല്ല വെബ് സീരീസ് ആണെങ്കിൽ തീർച്ചയായും അത് ആളുകൾ മനസ്സിലാകും, ആളുകൾക്ക് ഇഷ്ടപ്പെടും. മനസ്സിലായാൽ ആളുകൾ ഇഷ്ടപ്പെടും. പക്ഷെ മനസ്സിലാകാതെ വരുമ്പോഴാണ് എവിടെയോ എത്തോ പതറിപ്പോയ പോലെ തോന്നി അതിൽ നിന്ന് വേണോ എങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം ഈ വരാക്കി ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു സബ്ജക്റ്റ് എഴുതിയിരുന്നു. അതിന് ടൈറ്റിൽ ഞാൻ റിവീൽ ചെയ്തില്ല. ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്താണ്. അപ്പോഴത്തെ ഞങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പം
നമുക്ക് പലർക്കും എന്താണ് ടെക്നിക്കൽ സൈഡ് ഓഫ് ഫിലിം ഒരു പ്രൊഡ്യൂസറിന് അറിയാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിന് അത് അറിയണ്ട, ശരി, അപ്പം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ക്രിയേറ്റിവിറ്റിക്ക് ഒരു കുറച്ചെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നിടത്ത് സിനിമ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതായത് ഞാൻ ഗുഡ് വില്ലിനെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആനന്ദ് സാറ്, അതുപോലെ തന്നെ പ്രസാദ് സാർ, ഇവരൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നതും. അത് കാരണം അത് നല്ലൊരു സബ്ജക്റ്റ് കയ്യിലുള്ളതുകൊണ്ടാണ്. അത് ഇതുവരെ അക്സെപ്റ്റ് സബ്ജക്റ്റ് ഇന്ത്യയിൽ വന്നിട്ടില്ല. അത് ഒരു റോക്കോഗോ എന്ന് പറഞ്ഞൊരു മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഉണ്ട്. അതൊരു AI റിലേറ്റഡ് ടൂളാണ്. അത് യൂസ് ചെയ്തിട്ടാണ് അതിനകത്ത് കുറേ കാര്യങ്ങൾ. അതൊരു ഫുൾ 3D ഫിലിമാണ്. അത് ബഡ്ജറ്റ് ഫ്രീ ആണ്. അത് തന്നെയല്ല, അത് മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം വന്നാൽ അത് ഭയങ്കര കോൺട്രവേഴ്സൽ ആയിരിക്കും. അത് ആരും ചെയ്താലും ഭയങ്കര വലിയതാവും. എന്തെങ്കിലും എൻ്റെ ഒരു ജീവൻ അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും ആ സബ്ജക്റ്റ് ഇങ്ങനെ തന്നെ പുറത്തു വരും. അത് ഈ റോക്കോക്കോ മാത്രമല്ല, അത് റോക്കോക്കോ ഇസ് എ ഫ്രീ AI ടൂൾ. അത് വെച്ച് ആർക്കുകളിലും ചെയ്യാം. അത് ഫിസിക്കൽ എലമെൻറ്റ്സ് 3Dയിൽ നമ്മുടെ ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന AI ടൂളാണ്. അതിന് മുകളിലേക്ക് അതിനകത്തൊന്നുമില്ല. പക്ഷേ അതിനുപരി അതിനകത്ത് ചെയ്ത കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫ്രെയിം ബ്രേക്ക് 3D ഒക്കെ നമ്മൾ അതിനകത്ത് ചെയ്തിട്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ, ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ടെക്നിക്കലി അറിയാവുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, സീരിയസ്ലി നമുക്ക് ചെയ്യാം. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ സാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമ നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു ടെക്നിക്കൽ ക്രൂവിനെ ആഡ് ചെയ്യുക. അതായത് നല്ല എഡിറ്റേഴ്സും നല്ല ക്യാമറാമാനും നല്ല ആർട്ടിസ്റ്റുകളും നല്ല CG ഡയറക്ടേഴ്സും നല്ല അസിസ്റ്റൻറ്റുമാരും ഉണ്ട്. സിനിമ ഹിറ്റാണ്. പക്ഷേ ആ ഡയറക്ടറിനെ പിന്നെ എന്തിനാണ് വൈകിട്ടേക്കുന്നത്? സോ ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യുന്നത് ഡയറക്ടർക്ക് ഇതിനെല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതായത് എന്തിന് VFX ചെയ്യുന്നു, VFXൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെ, അതിനകത്ത് എന്തൊക്കെ 3D, എന്തൊക്കെ ടെക്സ്ചർ ചെയ്യുക, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക, ഏതൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യാം. ഇപ്പോൾ അൺറിയൽ എഞ്ചിൻ ഉണ്ട്, മായയുണ്ട്, ഇല്ലുസ്ട്രേറ്റർ ഉണ്ട്, കുറേ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ AI സോഫ്റ്റ്വെയർസ് ഇപ്പോൾ കുറേ ക്രാക്ഡ് വേർഷൻസ് ഉണ്ട്, ഫ്രീ വേർഷൻസ് ഉണ്ട്, പെയ്ഡ് വേർഷൻസ് ഉണ്ട്. ഇതിലൊക്കെ ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ വേണം. അല്ലാണ്ട് കഴിഞ്ഞ തെച്ചുമ്പോൾ ഒരു ഫണ്ടായിട്ട് പറയുകയാണ്. ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ കണ്ട, അതായത് ചുമ്മാ കണ്ടപ്പോൾ സ്ക്രോൾ ചെയ്ത് കണ്ട നമ്മുടെ ബേസിൽ ജോസഫ് സാറ് ഒരു സിനിമ ജംപ് കട്ട് അറിയോ, ചേട്ടാ ചാരിയിട്ട് ചെയ്യാൻ, അത് അതിനെക്കുറിച്ച് ഐഡിയ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അത് ഓക്കെ ചേട്ടാ അത് എന്തിനൊക്കെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ പോട്ടെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. മറ്റേ ഫോമിലി മീൻസ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് അത് മറ്റേ ബേസിൽ ജോസഫ് സാറിൻ്റെ ഒരു ക്യാരക്ടറെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് ഗ്രേഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്താൽ മതി. സത്യം പറഞ്ഞാൽ അത്ര ചെയ്ത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അറിയത്തിരുന്നത്. അതുപോലെ അറിയത്തില്ലാതെ ചെയ്യാണ്ട് അതിനെക്കുറിച്ച് ആ ഡയറക്ടർക്ക് ഫുൾ അറിവുണ്ടെങ്കിൽ എല്ലായിടത്തും ചെയ്യാൻ പറ്റും. ഇപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റ്ലി വേഡ്സ് ഉപയോഗിച്ചാൽ അത് വലിയ ബഡ്ജറ്റിലേക്ക് പോകും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരാളെ ഫോളി ചെയ്യാൻ വിളിക്കുക, അല്ലെങ്കിൽ SFX ചെയ്യാൻ വിളിക്കുക. അവരോട് ഞാൻ ഫോളി SFX എന്നൊക്കെ പറഞ്ഞ് വലിയ ബ്രില്യൻ വേർഡ്സ് ഒക്കെ ഇടുമ്പോൾ ബിഗിനേഴ്സ് ആയിരിക്കും അവർ. അപ്പോൾ അവർ വിചാരിക്കുന്നില്ല, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ടെക്നിക്കലി അറിയാം. അപ്പോൾ ഒരു ബേർ സെക്കൻഡ് ഇത്ര വെച്ച് മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾ പ്രോജക്റ്റ് ഇത്രയൊക്കെ പറയും. പക്ഷേ നമ്മൾ ഇതിനകത്ത് നിന്നോട്ട് തന്നെ അവരോട് ഇന്ന സൗണ്ട്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ, ആ വർക്കിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ സെയിം നമ്മൾ മനസ്സിൽ വിചാരിച്ച ഔട്ട്പുട്ട് നമ്മളെ കൊണ്ട് ചെറിയ റിസോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ഹിറ്റാകുമ്പോഴല്ലേ അതിൻ്റെ ഔട്ട് വരുമ്പോൾ അവർ നല്ല രീതിയിൽ നമ്മൾ നടത്താൻ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ലോട്ട് ഓഫ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ഔട്ട്സൈഡ് ദി ഇൻഡസ്ട്രി. അത് എത്രത്തോളം വലുതാണെന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകൾ നടത്തില്ല. കാരണം ഒരുപാട് നല്ല കഥകളും നല്ല ടെക്നിക്കും എന്നെക്കാട്ടിലും 1000 കണക്ക് അറിയാവുന്നവർ ഉണ്ട്. അവർ പുറമേ വരണം. അതിനാണ് നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസ് ഭൈരവ പ്രൊഡക്ഷൻസ് എന്നുള്ളൊരു പേര് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തത്. അപ്പം നമ്മുടെ മലയാള ഇൻഡസ്ട്രീൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ. കാരണം ഇപ്പോൾ 2 കോടിക്ക് തുടങ്ങുന്ന അങ്ങനെ ബഡ്ജറ്റ് പറയുമ്പോൾ 20 കോടി വരെ ആവുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് പല ന്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പം നേരത്തെ ആരോപത് പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിന് എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് എന്നറിയാത്തോണ്ടാണോ ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. ഇത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ഒരു വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാത്തവർ എങ്ങനെ ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അതിന് റിപ്ലൈ തരാൻ കാണത്തില്ല. ചെറിയ പ്രൊഡക്റ്റാണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഒരു അപ്രോക്സിമേറ്റ് ധാരണ വേണം. ഇത്രയും മേളിൽ പോയാൽ എന്നെക്കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളല്ലേ ഇപ്പം ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഈ ബ്ലാഡിലും PIVA എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ചെയ്യാൻ വെൽഡിങ് ആയതാണ്. ഇപ്പോഴത്തെ നമ്മളിതിന് പ്രോപ്പർ എക്യുപ്മെൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആ ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റ് ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപ ഇട്ടു, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ, അല്ലെങ്കിൽ 1 കോടി രൂപ ഇട്ടു. അതിൽ നിന്ന് ഒരു ചെറിയ പോയിന്റ് വേരിയേഷൻ വരും. എന്ന് വെച്ച് അതൊരിക്കലും അതിൻ്റെ ഒരു 10 ഇരട്ടി 20 ഇരട്ടി ഒന്നും വലുതായി ഞാൻ കണ്ടിട്ടില്ല.
അഥവാ അങ്ങനെ വന്നെങ്കിൽ അത് ചിലപ്പോൾ അതിൻ്റെ അവർക്കൊരു ഐഡിയ ഇല്ല, നല്ല പക്ക പ്രീ പ്രൊഡക്ഷൻ പ്രീ എക്സിക്യൂഷൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ആനൊന്നുമില്ല. അല്ല, ചിലപ്പോൾ പ്ലാൻ കാണും. അപ്പോൾ ഈ എക്സിക്യൂഷൻ ചെയ്ത രീതിയായിരിക്കും ഒരു നീണ്ടുപോയത്. ഡേയ്സ് ഓഫ് ഷൂട്ട് നീണ്ടോട്ടിരിക്കും തോറും ഇതിൻ്റെ എക്സ്പെൻസസ് കൂടത്തേ ഉള്ളൂ. കാരണം ഇപ്പം നമ്മൾ ചെയ്ത് 3D ഫിലിമാണ്, ദാറ്റ്സ് വരാക്കിയല്ല നമ്മുടെ ടൈറ്റിൽ വരാത്ത ആ ഒരു സബ്ജക്റ്റ്. അത് 3D ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് 3D ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു സിനിമയെ സംബന്ധിച്ച് യൂണിറ്റ് തന്നെ ഒരു തുകയ്ക്കാണ് നമ്മൾ കൊണ്ടിരുന്നത്. യൂണിറ്റ്, ക്യാമറ ക്രെഡൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ട് സ്പെൻഡ് ആവും. അതിൻ്റെ ടെക്നീഷ്യൻ്റെ എക്സ്പെൻസ്, ഒരു ഹ്യൂജ് എക്സ്പെൻസ് ഒരു ദിവസം ഇവിടെ റൗണ്ട് ആകുന്നത്. ഇതൊക്കെ അവരൊക്കെ പറയുന്നത് ശരിയാണ്, പല ബിസിനസ്സുകളിലൂടെ തിരിച്ചെടുക്കാം. പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് വേണം. അതിപ്പോൾ നമ്മളുടേത് ചെയ്താലും എൻ്റെ കയ്യിലിരിക്കുന്ന കഥകൾ ആര് ചെയ്താലും, ഇപ്പോൾ നമ്മൾ ആരുടെയും കഥകൾ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്താൽ പോലും, ഇപ്പോൾ സോണി ഷോർട്ട് ഫിലിംസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ അതിനൊരു മാർക്കറ്റ് ഇത്ര ഇടും. അതായത് ഇപ്പോൾ ഈ സാധനം ഒരു 50,000 രൂപ, 60,000 രൂപ, 70,000 രൂപയ്ക്ക് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും. അപ്പോൾ എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പലപ്പോഴും പല ഫ്രഷേഴ്സ് OTT കിട്ടും, പല ലാംഗ്വേജിലുള്ള. ഇവർക്ക് എന്തൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്താൽ മതി. നമുക്ക് എന്നെ സംബന്ധിച്ച് ഫിലിം എന്ന് പറയുന്നത് എന്തൊരു ക്രൈസാണ്. ഞാനതിൻ്റെ ഒരു മെറ്റഡ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന, അല്ലാണ്ട് അതിനകത്ത് ഞാൻ ഇത്ര രൂപ ലാഭം കണക്കാക്കി ഇത്ര നഷ്ടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഈ ബരാക്കി ബൈലോ പ്രൊഡക്ഷൻസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് അപ്രോക്സിമേറ്റ്ലി അത്യാവശ്യം ചെറിയ ലോ ബഡ്ജറ്റാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഫുൾ എല്ലാ ലാംഗ്വേജ്, കന്നഡയുണ്ട്, ഹിന്ദിക്കാരുണ്ട്, അതുപോലെ തന്നെ തമിഴിലാണ് മ്യൂസിക് ഡയറക്ടർ ചാൻസ് രാജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ ഉണ്ട്. ഇറ്റാലിയൻസ് വരെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ബഡ്ജറ്റ് അത് കേട്ടാൽ പലരും ഞെട്ടും. എന്ന് വെച്ചാൽ വലിയ ലക്ഷക്കണക്കിന് രൂപ പോലും ഇല്ല, എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ എക്സിക്യൂഷൻ അത് തന്നെയല്ല, ഒക്കെ പ്രീ പ്രൊഡക്ഷൻ ഓക്കെ ആണെങ്കിൽ കറക്റ്റ് ബഡ്ജറ്റ് പടം നിൽക്കും. അത് പിന്നെ ബാക്കി സീനിയേഴ്സിൻ്റെ കാര്യമൊന്നും ഞാൻ പറയാൻ ആളല്ല, കാരണം പറഞ്ഞാലത് പറയണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എന്തിനാണ്. എനിക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും മറ്റൊരാളുടെ സങ്കടം നേടുന്ന ഒരു സന്തോഷവും എനിക്ക് അതിനോട് താല്പര്യമില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു 10 രൂപ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതൊരുത്തൻ്റെ സങ്കടത്തിൽ നിന്നുണ്ടാക്കിയാൽ അത് നമ്മുടെ വീട്ടിൽ ഇരിക്കത്തില്ല. സോ വേദനിപ്പിക്കാതെ നൈസായിട്ട് സൈഡിക്കോട്ട് ഞാൻ ഇപ്പോഴും ഞാനൊക്കെ രസി നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് തടയുന്ന ലോക്കൽസ് ആണെങ്കിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും നോക്കത്തില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫ്രണ്ട്സ് കമ്പനിയും കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുതാണ്, അത് വളരെ വൈഡ് ഏരിയ ആയതുകൊണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് കിടന്ന് അവിടെ മാർക്കറ്റ് ചെയ്തിരുന്നത് അവിടെ നമ്മൾ അതിനകത്ത് അവരുമായിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്ത് ഡിബീറ്റ് ചെയ്ത് അവിടെ കിടന്ന് പോകത്തേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും ഓർഗനൈസേഷൻ അവർ തിങ്ക് ചെയ്യുമ്പം ചെറിയ പിന്നെ എന്ന് വെച്ച് നമ്മളെ അതവരെല്ലാം മൊത്തം നശിപ്പിക്കാൻ നമ്മളങ്ങനെ വിടത്തില്ല, അങ്ങനെയല്ല. ഈ പോർഷൻ കട്ടിങ് ഭയങ്കര കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ വരുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നല്ലത് മാത്രം ചൂസ് ചെയ്ത് പോകുന്നു. കുറേ ക്രിറ്റിസിസം വരും, അതായത് എമ്മിലൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ സേഫ്ലി ഹാൻഡിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം നമുക്ക് 2 രീതിയിൽ കൈകാര്യം ചെയ്യാം. അതായത് ഒന്ന് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതി, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതി. ഞങ്ങൾ ഇതിന് നടുക്കൂടെയാണ് പോകാറ്. അവർക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആർക്കുമില്ല. കാരണം ഞങ്ങൾ കാരണം ആരുടെയും പ്രോഗ്രാംസ് നശിപ്പിക്കാൻ പോകുന്നില്ല, ആരുടെയും ക്ലയൻസിനെ ഞങ്ങൾ പിടിക്കാറില്ല, കസ്റ്റമേഴ്സിനെ പിടിക്കാറില്ല. ഞങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നൗ സ്റ്റിൽ ഇപ്പോൾ പോലും ഇന്നിപ്പോൾ ഞാൻ വരുന്നൊരു സമയത്ത് ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരുന്നത്. കാരണം ഞാനിവിടുത്തെ ലോക്ക്ഡൗണിലാണ് കേട്ടോ പറയുന്നത്. ആ ഒരു ടൈം വരെ ഞാൻ ഇടയ്ക്ക് വെച്ച് റേഞ്ച് കട്ടായി. അതുവരെ ഫോണിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. ഇവരെല്ലാം ഞങ്ങളുടെ പ്രോപ്പർ ഭാവിയിൽ എക്സാം പോകുന്നവരാ. അതെല്ലാം കുറേ പേരിൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് വരുവാ. കണ്ടൂർ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അവരുടെ കമ്പനി സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതും. ഒരുപാട് ആളുകളുടെ നല്ല പ്രാർത്ഥനകൾ എപ്പോഴും ഞങ്ങളുടെ ഇതിനുണ്ട്. കാരണം ഈ 15 പേർക്കും ഞങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന 15 പേർക്കും സിനിമ കൂടാതെ 15 പേർക്ക് ഞങ്ങൾ ഇതിന് അവർക്കുള്ള ഞങ്ങൾ ഫീ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് വേജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാലറി ആയിക്കോട്ടെ. വേജസ് മീൻസ് ഈ ഡെയിലി ആണ് വേജസ് തന്നെ മന്ത്ലി ആണെങ്കിൽ നമ്മൾ സാലറി ആയിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീമിയോട് ചോദിച്ചാൽ നമ്മൾ പ്രീമിയോട് കൊടുക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എംപ്ലോയീസ് ഉണ്ട്, നല്ല കമ്പനിയുടെ ബാക്ക് ബോൺ. അതൊരു എംപ്ലോയീസ് ആയിട്ടല്ല കരുതുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി, എനിക്ക് എപ്പോഴും അതൊരു ഫാമിലിയാണ്. അതിനകത്ത് എന്തൊക്കെ ഓർഗനൈസേഷണൽ ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് അതിനകത്ത് എല്ലാവരും ഈ 15 പേരുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അവരുടെ ഇമോഷണലി അറിയാം. ഞങ്ങൾ അങ്ങനെയാണ് തിന്നിട്ടുള്ളത്. അല്ലാണ്ട് ഓവർ ടാർഗറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഡെഡ് ലൈൻ വേണം. ആ ഡെഡ് ലൈനിനുള്ളിൽ തന്നെ ചെയ്യാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറ്. അതിപ്പം ഞങ്ങളുടെ അടുത്തൊരു മ്യൂസിക്കൽ ഇതിന് വന്നാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റാലോ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊരു ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ചൊരു സ്റ്റഡി നടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട്
ചുമ്മാ ഒരു ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ആർട്ടിസ്റ്റ് ബ്രോ കാണിച്ചു കൂട്ടി തട്ടിക്കൂട്ടി ഒരു തുറയ്ക്ക് കൊടുത്തു അങ്ങനെയൊന്നുമില്ല. ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും ചെയ്യുന്ന സാധനം അവർക്ക് കൂടെ ഉപകാരമുള്ളതായിരിക്കണം. ഇല്ലാതെ അവരുടെ ഇത് പിടിച്ചു കുറച്ചോരെ പൈസ മേടിച്ചു നമ്മുടെ കയ്യിൽ പിന്നെ വർക്ക് കിട്ടത്തില്ല. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഗുഡ് വില്ലാണ് കമ്പനിയുടെ ഭാവി ഡിസൈഡ് ചെയ്യുന്നത്. സോ ഞങ്ങൾ എപ്പോഴും ഗുഡ് വില്ല് ഒരു അത് ഗുഡ് വില്ല് ഞങ്ങൾ ഒരു കോംപ്രമൈസ് ഇല്ല. ഞങ്ങൾ ആളുകളായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിൽ ഞങ്ങൾ അതിലൊരു കോംപ്രമൈസും ഇല്ല. കുറച്ച് ഇപ്പോൾ കോഡക്സിൽ ഇപ്പോൾ കോഡക്സിൽ ബാസിമളി കൊണ്ടുവയ്ക്കുന്ന കുറച്ച് മാറ്റങ്ങൾ സ്ട്രീംഫ്ലെക്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രൈസ് ഹൈ ആക്കി. കാരണം ഞങ്ങളിപ്പോൾ UAE അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്ട്രീംഫ്ലെക്സ് വർക്ക് എടുക്കുന്ന UAE അപ്പോൾ കുറച്ച് ഇവിടുത്തെ റേറ്റുകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതിന് പകരമാണ് ഞങ്ങൾ കേരളത്തിന് ചെറിയ എമൗണ്ടിലും UAE അത്യാവശ്യം അവരുടെ എമൗണ്ട് എന്ന് വെച്ചാൽ പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അവരെന്ത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് അതിനൊന്നും ഒരു ചേഞ്ചസും ഇല്ല. എല്ലാം സെയിം ആയിരിക്കും. സെയിം പ്രീമിയം ലെവലപ്പ് ഇമ്പാക്റ്റ്. പിന്നെ ഒരു കുറച്ചൊരു ഇത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോറിൻ ബൈറ്റ്സിനാണ്. കാരണം അതാകുമ്പോൾ ലിമിറ്റഡ് വർക്ക്സ് ഒരു ഇയറിന് ചെയ്താൽ മതി. പക്ഷേ ആ വർക്ക്സ് ലിമിറ്റഡ് ആണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കും. അല്ലാണ്ട് ചറ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മത്തിൽ ഇത്ര ടാർഗറ്റിൽ 50 നല്ല 100 ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ കാര്യമില്ല. ഞങ്ങളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇതിനകത്ത് പാർട്ട് ടൈം ആയിട്ടൊക്കെ പഠിക്കാൻ കയറുന്നുണ്ട് വെബ്സൈറ്റ് ഡെവലപ്പിംഗ്. അപ്പോൾ അവർക്ക് ഫീസ് ഇല്ലാതെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു സ്ലോട്ട് കിട്ടണം. ദാറ്റ് മീൻസ് ഡെവലപ്പ് ചെയ്തൊരു സൈറ്റ് കൊണ്ടല്ലോ പഠിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ ട്രൈ ചെയ്യും. അത് എത്രത്തോളം ബെറ്ററായി വരുന്നോ അത്രത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് പല കാര്യങ്ങൾക്കും ഒരു സക്സസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കാണാം. ഇപ്പോൾ വരായി സിനിമ അതൊരു എഴുതിയിരിക്കുന്നതും ആരംഭതാവും. എങ്ങനെയാണ് എൻ്റെ കസേര ഇൻസ്പിറേഷൻ ഒക്കെ വന്നത്? ഞാൻ ഇതിന് മുമ്പ് നരകരി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റ് വേണ്ടത് അവിടെ ധൈര്യമായിട്ട് അറിയുന്നത്. അതിൽ ഒന്ന് ഭയങ്കര ഒരു നല്ല സബ്ജക്റ്റായിരുന്നു. അത് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു ക്ലാസിക് സബ്ജക്റ്റായിരുന്നു. അതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയായിരുന്നു. കാരണം എഴുതിയതായിട്ട് ചെറിയ കഥയായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. അത് അത്രത്തോളം നല്ലതുമായിരുന്നു. അതിനുശേഷം അത് ഞങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സൊക്കെ അതായത് യുവ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് അത് അൺഫോർച്ചുനേറ്റ്ലി നിന്നുപോയി. അപ്പോൾ അത് അവർ കോപ്പിറൈറ്റ് എടുത്തു. അവരുടെ പ്രൊഡക്ഷൻ്റെ ഡയറക്ടറെ ഒന്ന് അനൗൺസ് ചെയ്ത് പോയത്. പിന്നെ നമുക്ക് ആ സ്റ്റോറി എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കര ഇമോഷണലി എഴുതി ഒരു അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി. പക്ഷേ ഇതിന് രക്ഷയില്ല. പിന്നെ ഞാൻ എൻ്റെ ബാസിമുള്ളിയനോട് ഞാൻ ബെൻജമിൻ സ്പാർബറോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, നമുക്ക് ഇത് തന്നെ ചെയ്താലോ. കാരണം അദ്ദേഹത്തിനും ഷെയർ ഉണ്ട് സ്ട്രീംഫ്ലെക്സിൽ. അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് അപ്പോൾ വേണ്ട, കാരണം ഓൾറെഡി ഒരാൾക്ക് നമ്മൾ പോയി അതൊരു ചെറിയ പേയ്മെൻറ്റും വാങ്ങി. അതിന് വേണ്ട, അത് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഇനി അത് നമുക്ക് നോക്കേണ്ടത് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചത് വേറൊരു സബ്ജക്റ്റ് ചെയ്യാതെ കരുതി. അത് കുറേ ഇരുന്ന് ആലോചിച്ച് മലയാളത്തിൽ ഇതുവരെ വരാത്തൊരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആയിരിക്കണം, സ്ക്രീൻ പ്ലേ ആയിരിക്കണം നിർബന്ധമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്നൊരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ്, മറ്റൊന്ന് വരാഗി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. ഫിലിമിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഞങ്ങൾ കുറേ നോക്കി. അതിന് ഫാൽക്കോൺ എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള ഒരു സ്റ്റുഡിയോയിൽ എത്തിപ്പെട്ടു. അവരാണ് സിലംബരസൻ സാറിൻ്റെ മാനാടൊക്കെ CG ചെയ്തത്. അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു. അപ്പോൾ അവിടെ ഒരു മലയാളി എംപ്ലോയി ഉണ്ട്, കോട്ടയത്ത് നിന്ന് വരുന്ന മിഥുൻ ബ്രോ. അപ്പോൾ മിഥുചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ മിഥുചേട്ടൻ ഇങ്ങനെ നല്ല സബ്ജക്റ്റാണ്, നമുക്കത് ചെയ്യാം, അപ്പോൾ ഒരു നല്ല പ്രൊഡ്യൂസർ വേണം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ട് പ്രൊഡ്യൂസർ വേണം. ഈ 3D എന്താ അല്ലെങ്കിൽ ഇതിന് എങ്ങനെ വരും എന്നൊരു ഐഡിയ ഉള്ള ഒരാളെ ചെയ്യണം. അല്ലാണ്ട് ചെറിയൊരു എമൗണ്ട് തന്നിട്ട് വലിയ ബാഹുബലി പ്രതീക്ഷിക്കാത്തൊരു അല്ലെങ്കിൽ അതിനൊരു നല്ല ഔട്ട്കം അത് എന്താണോ ആ സബ്ജക്റ്റ് പറയുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തൊരു പ്രൊഡ്യൂസറിനെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. അതിലേക്കാണ് ഞങ്ങൾ ഇതിൻ്റെ ഗുഡ് വില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്രിയേറ്റിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ എല്ലാ വർക്കുകൾ കാണുമ്പോഴും കോൺടാക്ട് ചെയ്യുമ്പോഴും അവർ നമ്മളോട് കീപ്പ് ചെയ്യുന്നൊരു അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു. നമ്മളോട് കീപ്പ് ചെയ്യുന്നൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുഡ് വില്ലിനെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. വേറെ പ്രൊഡക്ഷൻ കമ്പനീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് വരാനിട്ടല്ല, ഗുഡ് വില്ലിനകത്ത് ഫസ്റ്റ് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഈ ഭൈരവ പ്രൊഡക്ഷനിൽ ഇപ്പം നമ്മളൊരു മൂവി അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മളുടെ ഓഫീസ് ഇപ്പോൾ അരക്കൽ ബിൽഡിങ്ങിൻ്റെ പുതിയത് വന്നതിലേക്ക് വരുന്നത്. അതിനതിന് വേണ്ടി ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താൽ ചെയ്യാം. ഇല്ല സ്ട്രീംഫ്ലെക്സിൻ്റെ പേജുണ്ട്, അല്ലെ ഭൈരവ പ്രൊഡക്ഷൻസിൻ്റെ പേജുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിലൂടെ ഇപ്പോൾ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ അഡ്മിറ്റ്സ് റിപ്ലൈ തരും. അത് എൻ്റെ കയ്യിലല്ല ടൂൾസ് ഇരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഹാൻഡിൽ കുറച്ച് ടഫാണ്. അതായത് ഇതിനെല്ലാത്തും നടന്നു പോകത്തില്ല, ക്ലാസ് ഇതിനൊക്കെ എല്ലാം കൊണ്ട് നടന്നു പോകത്തില്ല. അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് മോഡറേറ്റേഴ്സിന് വെച്ചിട്ടാണ് അവരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അവരത് പ്രോപ്പറായിട്ട് എല്ലാം അതിനകത്ത് തന്നെ റിപ്ലൈ കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ജനുവിനാണെങ്കിൽ എന്തായാലും അത് അതിനകത്ത് കുറേ പേര് ബന്ധപ്പെട്ടു.
പക്ക സ്ക്രിപ്റ്റാണ്, പക്ഷേ സ്ക്രീൻ പ്ലേ ഓർഡർ അല്ല അതിലൊക്കെയാണ്. അതിനകത്ത് കുറേ വർക്കുകൾ ഞങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫണ്ടൊക്കെയാണ്, പക്ഷേ സ്ക്രീൻ പ്ലേ ഓർഡറല്ല. ഇതിൻ്റെ ഓർഡർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആളുകൾക്ക് ഇപ്പം നമുക്ക് 10 പേരോട് വേണേൽ കഥ പറഞ്ഞ് കേൾപ്പിച്ചിരുത്തി കാണിക്കാം, പക്ഷേ ഒരു 1000 പേരാകുമ്പോൾ നടക്കത്തില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൺവേ ആവണം. നല്ല സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷേ എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് പല ഫിലിംസിൻ്റെ സക്സസ് ഇരിക്കുന്നത്. അല്ലെ അത് ആരും കണ്ടില്ലെങ്കിൽ കാണുന്നവർക്ക് അത് ഏതെങ്കിലും കാലത്ത് മനസ്സിലാകും. അങ്ങനെ കുറേ വെറൈറ്റി സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. അത് ഫ്രഷേഴ്സിൻ്റെ അത് ഭയങ്കര നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പൊതുവെ നമ്മൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും 18 years ആയാലാണെങ്കിൽ ഒരു വീഴ്ച ആവുക, ഒരു രാജ്യത്ത് ആവുകയായി. അപ്പോൾ തന്നെ എനിക്കെന്ത് അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, പല കുട്ടികളും ചിന്തിക്കണം ഈ 18 വയസ്സായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ലീഗലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ 18 yearsന് മുന്നേ അല്ലെങ്കിൽ ഈ ചെറുപ്പം മുതലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക, അത് ബിസിനസ് ആക്കുക, അതിനുള്ളൊരു ലീഗാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപരിധി രജിസ്ട്രേഷൻസിനാണ്. ദാറ്റ് മീൻസ് ഈ പ്രായം എന്നത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബൗണ്ടറിയാണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആളുകളും പല ടൈപ്പ് ഓഫ് രീതിയിലേക്ക് തിരിഞ്ഞു പോകുന്നൊരു ടേണിംഗ് പോയിന്റാണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ അതാണൊരു ഇപ്പോൾ 18 അല്ല 21 എന്നാണ്ടാക്കിയില്ലേ, അങ്ങനെയാക്കി. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ബിസിനസ് എന്നൊക്കെ ആദ്യം ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പ് 2 രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓർലി ആൻഡ് റിട്ടേൺലി ചെയ്യുമ്പോഴാണ് നമ്മൾ LLP പ്രൈവറ്റ് ലിമിറ്റഡ് രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ടി അക്കൗണ്ടന്റിനെ ഫിക്സ് ചെയ്ത് അങ്ങനത്തെ ഓർഗനൈസേഷൻ തന്നെ ചെയ്യുന്നത്. ഓർലി ആയി കഴിയുമ്പോൾ നമ്മൾ വാക്കാനുള്ള ഒരു എന്താ പറയുക സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ല എന്നാൽ പാർട്ണർഷിപ്പ് ആണ്. താനും നമ്മൾ 2 പേരുടെ മീറ്റിംഗിന്, അതായത് ഞാനും സനമെല്ലാം കൂടെ ഇപ്പോൾ 2 പേരും കൂടെ ഒത്തുകൂടി ഒരു ബിസിനസ് ചെയ്യുക, നമ്മുടെ 2 പേരുടെ വാക്കാരാണ് പറഞ്ഞത്. അതിനിപ്പോൾ ലൈഫ് കുറവ്, എപ്പോൾ വേണേലും എറ്റ് ചെയ്യാം, എപ്പോൾ വേണേലും അടച്ചു കൂട്ടാം, എപ്പോൾ വേണേലും തുറക്കാം, അങ്ങനെ എഴുതാം. പക്ഷേ ഒരു NLP അല്ലെങ്കിൽ ഒരു കറക്റ്റ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കമ്പനിക്ക് സ്യൂട്ടായ രജിസ്ട്രേഷൻ മോഡ് ഓഫ് ഫോം ഏതാണോ അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി അവെയറായി ചെയ്യുമ്പോൾ അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്, ആ ബിസിനസ്സിനൊരു ലൈഫുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് ബിസിനസ് രജിസ്റ്റേർഡ് ആണ് അതിനൊരു കണ്ടിന്യൂറ്റി ലൈഫ് ഉണ്ടോ. പിന്നെ ഓറിയൻ മീൻസ് സർവൈവ് ചെയ്യും. കാരണം എൻ്റെ 18 വയസ്സാകുന്നത് വരെ അത് ഫുള്ളി ഓറിയനുള്ള പാർട്ണർഷിപ്പ് ആയിരുന്നു. വേറെ എന്തെങ്കിലും നമ്മൾ പാർട്ണർഷിപ്പ് മേടിച്ചിട്ടില്ല. ആദ്യത്തെ പാർട്ണർഷിപ്പ് ഉള്ളത് കോഡക്സ് ആയിട്ട് മാത്രമാണ്. അതിനിടയ്ക്ക് നമുക്ക് ഐവിഷൻ ഇതിനകത്ത് പാർട്ണർഷിപ്പ് ഉണ്ടായത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വിട്ടു. കാരണം പാർട്ണർഷിപ്പ് നമ്മൾ ശരിയാകില്ല. കാരണം നമ്മളായിട്ട് ബില്ലിംഗ് ആയി നിൽക്കുന്നത് പാർട്ട്നേഴ്സിന് പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. ആക്റ്റീവ് പാർട്ട്നേഴ്സ്, നോമിനൽ പാർട്ട്നേഴ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിനെ. ഞങ്ങൾ അപ്പോൾ എന്താ പ്രിഫർ അതൊരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റിട്ടേൺ കൊടുത്താൽ മതി. അതിനകത്ത് നമ്മൾ അവർ നമ്മുടെ കമ്പനി കാര്യങ്ങൾ ഇടാൻ പറ്റില്ല, അവർ നമ്മുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻസിനകത്ത് ഒന്നും വരത്തില്ല. അവർക്ക് നമ്മൾ പ്രോപ്പർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നെ ഏത് തരത്തിലുള്ള ഇഷ്യൂ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ധൈര്യത്തിൽ ഏതൊരു കുട്ടിക്കാണെങ്കിലും 18 years ആവണം, നമ്മൾ വെയിറ്റ് ചെയ്താൽ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതാ ഞാൻ പറയുന്നത്. ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിശ്രമിക്കാൻ അവസരങ്ങൾ കൊടുക്കരുത്. നല്ല നല്ല റിഫ്ലക്ഷൻസ് ഉണ്ട്, നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. അത് നാടിന് നല്ലതാണെന്നാണ്, അല്ലെങ്കിൽ 10 പേർക്ക് ജോലി കിട്ടുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും ചെയ്യണം. അതിപ്പോൾ ഏത് പ്രായത്തിലും ആയിക്കോട്ടെ, ചെയ്യാനൊരു മനസ്സും കയ്യിൽ കുറച്ച് ഐഡിയാസും നല്ലൊരു ടീമും അല്ലെങ്കിൽ നമ്മളെ തൊട്ട് പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തും ഈ ഭൂമി ചെയ്യാം. കാരണം ടെക്നോളജി ഇപ്പോൾ അത്ര അപ്ഡേറ്റഡാണ്. കാരണം ഇപ്പോൾ നേരത്തെ ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പോൾ അവർക്ക് ഇപ്പോൾ 500 വ്യൂവേഴ്സ് ഉള്ളതെന്ന് വിചാരിച്ചവർ സങ്കടപ്പെട്ടിരിക്കുക. ഈ 500 പേര് ഗ്രൗണ്ടിൽ ഒത്തുകൂടുമ്പോൾ അത് ഭയങ്കര വലിയ നമ്പറാണ്. ഇത്ര ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത്ര ഇല്ലാത്ത കുറേ പേരുണ്ട്. നമ്മൾ ഉള്ളതിനെ ഹാപ്പിയായി നിന്ന് അതിൻ്റെ ഇരട്ടി നോക്കുക. അതാണ് എൻ്റെ ഓർഗനൈസേഷൻ ഗോൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എത്രയോ അതിൻ്റെ അടുത്ത ഗോള് വെച്ച് മുന്നോട്ട് പോകാം. ഈ ഒന്നതേ കീപ്പ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് നമ്മൾ എത്രയോ ലീഡ്സ് ജനറേറ്റ് ചെയ്താൽ, എന്തോരം ക്ലൈൻസിനെ ജനറേറ്റ് ചെയ്താൽ, എത്രയോ കസ്റ്റമേഴ്സിനെ ജനറേറ്റ് ചെയ്താൽ അവർ നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യിച്ച് അടുത്ത ഗോളിലേക്ക് എത്തിച്ചേർക്കുക. നല്ലൊരു ഓർഗനൈസേഷൻ ഫോം ആവുക. എനിക്കിപ്പോൾ ക്ലാസ്സും കൂടെ ഉള്ളതോട് കണ്ടിന്യൂസ്ലി ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഹയർ ചെയ്യാനോ അങ്ങനെ എല്ലാവരും പാർട്ട് ടൈം ആയിട്ട് ഞാൻ കൊണ്ടുനടന്നുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ബിസിനസ് എല്ലാം പാർട്ട് ടൈം ആയിട്ടും സിനിമ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് പ്രൊഫഷണലി ഞാൻ എഡ്യൂക്കേഷൻ കോളേജ് ഇതിൻ്റെ പുറകെ പോയിട്ടില്ല. പിന്നെ പല ഭാഗത്ത് നിന്ന് കേൾക്കും പഠിത്തം നിർത്തിയതൊക്കെ. ദാറ്റ് മീൻസ് വെറുതെ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുക, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ തന്നെ ആരും പഠിക്കാതെ ഇരിക്കത്തൊന്നും. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ഒട്ടായിട്ട് തന്നെ ജോലി കിട്ടാനില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഡിഗ്രി വരെ പഠിച്ചാൽ ഈ പഠിക്കാൻ പോയില്ലടാ എന്ന് ചോദിച്ചിരുന്ന നമുക്ക് ജോലി തരത്തില്ല. ഇപ്പം ഇപ്പോൾ ഒരു MA വരെ ചെയ്തിട്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പം നാട്ടുകാരൻ എന്തും, അതായത് നീ സ്കൂളിൽ പോയില്ല
എല്ലാവരും ജോലി നമുക്ക് എപ്പോഴും തരത്തില്ല. അപ്പോൾ നല്ലൊരു ജോലി കിട്ടുന്നതിൽ നല്ലൊരു ടാലൻറ്റ് മാത്രം പോരാ, നമുക്ക് അത്രത്തോളം ഒരു പൗരം കൂടെ വേണം. അപ്പം ഇപ്പം ലിമിറ്റഡ് ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ല ലിമിറ്റഡ്, അവർ കുറച്ചും കൂടി സെലക്ഷനിൽ കുറച്ചും കൂടി അതിനൊരു കാര്യമുണ്ട്, പലരും വേണം. സ്കിൽസിന് ഉപരി പലരും ഫോക്കസ് ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. എംപ്ലോയീസിനെ സംബന്ധിച്ച് ഞാൻ കട്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതായത് ഇവർ ഫ്ലക്ച്വേറ്റിംഗ് എംപ്ലോയീസ് ആയിരിക്കും, ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. എൻ്റെ കമ്പനിയിൽ എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് CVs വന്നതിൽ ഭൂരിഭാഗം ആ ചൂട് CV എടുത്ത് തോന്നിയാൽ മതി 1 വർഷം 2-3 എണ്ണത്തിനകത്തൊക്കെ ചാടിച്ച് അവർക്ക് സംബന്ധിച്ച് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നതിൽ ഒരു പർട്ടിക്കുലർ ടൈം ആ കമ്പനി വർക്ക് ചെയ്താലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അല്ലാത്ത ചാടി ഇത് 2 ദിവസം ഇരുന്നു, നാളെ 2 ദിവസം ഇരുന്നു, പിന്നെ 4 ദിവസം ഇല്ല, അങ്ങനെ 10 ദിവസം ആക്കിയാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുത്തത്. ഇപ്പോൾ ലോക്കൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ എവിടെ MA വരെ പഠിച്ച ഒരാളാണ് സ്നേഹ എന്ന് പറഞ്ഞ ഒരാൾ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് ഞാൻ കൊടുത്തത് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പുള്ളിക്കാരി ചില ദിവസം വർക്ക് പോകും. അതാണ് ഞങ്ങൾക്ക് എപ്പോഴും ഓഫീസേഴ്സിൻ്റെ ആരില്ല, ദാറ്റ് അങ്ങനത്തെ ഇതില്ല. ഞങ്ങൾക്ക് മൊത്തം പുറത്തുനിന്നായതുകൊണ്ട് പേരിനൊരു ഓഫീസ് അത്രേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സെന്നിന് ഞങ്ങളിപ്പോൾ കണ്ടിന്യൂസിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് +2 കഴിഞ്ഞൊരു ഡേ ടു ഡേ ബിസിനസ് വേണം. അത് എൻ്റെ സ്വന്തം കാര്യം ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു ഏജ് വരെ ഇതെല്ലാം നമുക്ക് ഫ്രീ, അതായത് ഷർട്ട്, ഡ്രസ്സ്, ഫുഡ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടു ചിലവിൽ നടക്കും. അതാണ് ഒരു 18 to 20 വരെ നമുക്ക് ഇങ്ങനെ താത്താം. അതായത് വീട്ടിലെ നമ്മുടെ നോക്കും. ഒരു 18-20 വയസ്സ് കഴിയുമ്പം ഒരു മടിയോട് കൂടിയായിരിക്കും ഇവർ നമുക്ക് വിട്ട് ചാകണല്ല, പിന്നെ പണിക്ക് പോടാന്ന് പറയും. ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലൊരു നിഗ്നശയായി ഒരിക്കലും ഞാൻ തിങ്ക് ചെയ്തത് എനിക്കൊരിക്കലും അങ്ങനെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥ വരരുതെന്ന് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യും. കാരണം അവർ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനും ഇതൊരു ഓപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ 7th വരെ പഠിച്ചൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അത് നല്ല ഫീസ് കൊടുത്താൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ പോയി. അത് എന്താ പറയുക, ഒരു ഗവൺമെൻറ് പ്രൈവറ്റ് കൂടെയുള്ള മേനോളം എന്ന് പറയുള്ളത്. അവിടുന്ന് കഴിഞ്ഞ് +1 എനിക്ക് നല്ലയിടത്ത് അഡ്മിഷൻ കിട്ടിയിട്ട് എനിക്ക് മേനോളത്ത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരം പൈസ കൊടുത്ത് ചേർത്തു. അത് പൈസ ഉണ്ടായിട്ട് ഒന്നുമല്ല. അന്നേരം ഏറ്റെടുത്ത് പറഞ്ഞത്, നിനക്ക് പഠിക്കണമെന്നുണ്ടോ, നീ പഠിച്ചോ, കുഴപ്പമില്ല, അതിൽ നിനക്ക് ഇഷ്ടത്തെ ഞങ്ങൾ നോക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം അവർ നമ്മളെ വിശ്വസിക്കുന്നതാണ്. അതിന് 1% എങ്കിലും തിരിച്ചു കൊടുക്കുന്നത് എനിക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യം. ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ആരുടെ കണ്ണുനീര് വീഴുന്ന ഒരു പൈസ ഞാനായിട്ട് ഉണ്ടാക്കത്തില്ല, ഞങ്ങളുടെ കമ്പനിയിലും അത് വരത്തില്ല. അപ്പോൾ ഏതിപ്പം ഒരു ക്ലയൻസ് വന്നാലും ഇപ്പം ഞങ്ങൾക്ക് കൊണ്ട് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിലെല്ലാം ആയാലും ഞങ്ങൾ എപ്പോഴും തിങ്ക് ചെയ്ത് ജെനുവിനായിട്ടുള്ള നല്ലൊരു റിട്ടേൺ കൊടുക്കും. ഇങ്ങോട്ട് നല്ല അപ്രോച്ച് ഉള്ളവർക്ക് നമ്മൾ തിരിച്ച് നല്ല അപ്രോച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പം എപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യുകയും ചെയ്യും. അത് ഇനി മുന്നോട്ടാക്കുക തന്നെ. അപ്പോൾ ഇനി ഇപ്പം പറഞ്ഞതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഫ്യൂച്ചർ, പിന്നെ എന്താ ചെയ്യുക, പുതിയ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് സ്ട്രീംലെക്സിൻ്റെ ഒരു ഈവൻറ്റ് ഞങ്ങൾ നോക്കുന്നു. അതിന് നല്ലൊരു ഇൻവെസ്റ്ററിനെ കൂടെ വന്ന് ഇൻവെസ്റ്റർ എന്ന് വെച്ചിട്ടുള്ളത് ചുവ പൈസ മാത്രമല്ല, അവർക്ക് നമ്മുടെ നല്ല ബ്രാൻഡ് വാല്യൂ ആക്കി കൊടുക്കും. അതിപ്പം ക്ലൗഡ് ഒരു ഇവൻറ്റ് സ്പോൺസറാണ്. അവരുടെ കീഴിലാണ് നമ്മൾ ഇവൻറ്റ് ചെയ്യാൻ പോകുന്നത്, സ്ട്രീംലെക്സ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അത് ഇടുക്കി പോലെ അത്ര ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നോക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, അവിടുത്തെ നൈറ്റ് ലൈഫ് ആക്റ്റീവ് ആക്കുക, അവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് പുതിയൊരു കൈറ്റ് ഓഫ് ലീഡ്സ് കൊടുക്കുക. അത് അവർക്ക് ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ കൈറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും. അത് അവരുടെ പുതിയ പ്രൊഡക്ട്സുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം, പുതിയ ഇൻവെൻഷൻസ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെങ്കിലും ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ഓൺടർപ്രണേഴ്സ്, ഒരുപാട് കർഷകർ, ഒരുപാട് പുതിയ വരാൻ പോകുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, ഇവർക്കെല്ലാം മൊമെൻറ്റോസ് കൊടുത്ത് അവരുടെ ഒരു പ്രോഗ്രാംസ്, അതൊരു വലിയൊരു പ്രോഗ്രാം. ഇതിപ്പം മെയിൻ ബേസിക്സ് മാത്രമേ, ഇതിനൊരു വലിയ സ്ട്രാറ്റജി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുന്നു. അത് ദൈവം അനുഗ്രഹിച്ചാൽ മിക്കവാറും സ്ട്രീംലെക്സ് എവിടെ ഇപ്പം അത് ഇന്നല്ലെങ്കിൽ നാളെ സ്ട്രീംലെക്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് ഞാനല്ലേ മറ്റൊരാൾ വഴി സ്ട്രീംലെക്സിൻ്റെ പേര് നടത്തും. അത് കാരണം സ്ട്രീംലെക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അത് തന്നെ വരുമ്പോൾ ഒരിക്കലും ഓർഗനൈസേഷൻ അധികം എന്താ പറയുക, എൻഡിങ് എന്നൊരു പ്രോസസ്സ് ഇല്ല, ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇത് ആ ഒരു ഓർഗനൈസേഷൻ ഒരിക്കലും ഇങ്ങനെ പെർഫോം ആയിരിക്കും, അതിലൊരിക്കലും എന്ത് വരത്തില്ല. അതിപ്പോൾ ഞാനില്ല, മറ്റൊരാൾ ആ പൊസിഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പാർട്ണർഷിപ്പിലൊരു ബ്രേക്ക് വന്നാലും അതെപ്പോഴും മുന്നോട്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ആഫിളിൻ്റെ ഫൗണ്ടർ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആഫിൾ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം അതെപ്പോഴും കണ്ടിന്യൂ ചെയ്യും, ബ്രാൻഡ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് മാനേജ്മെൻറ്റ് മെമ്പേഴ്സിന് എന്തെങ്കിലും പറ്റി മാറിയാലും അത് റീപ്ലേസ് ചെയ്യാൻ ആൾക്കാരും വന്നത്തേക്ക്. അതിപ്പം അതിന് ഫൗണ്ടർ എന്ന രീതിക്ക് എനിക്കത് പൗതിയായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഇനി വരുന്ന ഇതേപോലെ യങ്സ്റ്റേഴ്സിനാണെങ്കിൽ എന്തൊക്കെ ടിപ്സാണ് കൊടുക്കാൻ പോകുമോ? ഒരു കാര്യം പറയാനുള്ള എപ്പോഴും നമ്മളൊരിക്കലും നമ്മളുടെ കുറവുകളെ ഓർത്തിരിക്കരുത്. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. രജിസ്ട്രേഷനിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഇസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു നേച്ചറിനെ ഡിഫെൻസ് ചെയ്തിട്ടാണ് രജിസ്ട്രേഷനിൽ ഏത് യൂസ് ചെയ്യണമെന്ന്. ചിലപ്പോൾ അത് ഒരു കോപ്പറേറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ അത് ഫിനാൻസ് ബേസ് ചെയ്തിട്ടാണ് നീതി, അല്ലെങ്കിൽ NBFC ഒക്കെ ഫിനാൻസ് ഇൻസ്ട്രുമെൻസിൻ്റെ ഇപ്പം ഓപ്പൻസ് അല്ലെങ്കിൽ ചെറിയ ഇപ്പം എന്നെ പോലെ ആളുകൾക്ക് കിട്ടാൻ ഭയങ്കര പാട്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓട്ടെങ്കിൽ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട്, അതായത് ഓരോ ബിസിനസ്സിനും ഓരോ ബോർഡ് ഓഫ് രജിസ്ട്രേഷൻ ഫേംസാണ്. അതിനിപ്പോൾ ഒരുപാട് രജിസ്റ്റർ ചെയ്ത കമ്പനികളുണ്ട്, അഡ്വക്കേറ്റ്സ് തന്നെ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് സിംപ്ലി ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഇതായിട്ട് കേരള ഗവൺമെൻറ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിനൊക്കെ അപ്രോച്ച് ചെയ്താലോ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റും. എന്നിട്ട് പറ്റിയില്ലെന്ന് എനിക്ക് പറയാനുള്ളത്, there are 2 modules we can use for a business registration. That is orally audited. ഓൺലി നമുക്ക് ബിസിനസ് എടുത്താൽ ബിസിനസ് നടത്താം, അതായത് എഗ്രിമെൻറ്റ് ത്രൂ ചെയ്യാം. ഓൺലി നടത്തിയെന്ന് വെച്ച് ഇതിന് പരാജയ സാധ്യതകൾ കൂടുതലാണെങ്കിൽ അതൊന്നുമില്ല. ഒരു ലെവൽ ഓഫ് എന്താ പറയുക വളർച്ച, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഒരു ലോസ് റേഷ്യോ ഉണ്ട്, അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ സാധ്യത കുറച്ച് കൂടുതലാണ് ഈ ഓറലി തുറന്നതായിരുന്നു. കാരണം ഇതിനൊരു സോഴ്സും ഇല്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു വലിയ ഓർഗനൈസേഷൻ അടച്ചുപൂട്ടി, അവിടെ എത്രയും അല്ലെങ്കിൽ അവിടെ കുറേ ഡെപ്സ് ഉണ്ട്, കടങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന് പൈസ തിരിച്ചു വയ്ക്കുന്നു പറയുമ്പോഴത്തേക്കിന് പാർട്ട്നേഴ്സ് പറയും എനിക്ക് ഇത് അറിയാൻ പറ്റില്ല, ഞാനിവിടെ വന്ന് കയറാൻ സാറേ എന്ന് പറഞ്ഞാൽ തീർന്നു. കാരണം പിന്നെ എൻ്റെ ഒരുത്തൻ്റെ തലയിലാവും. ആരാണോ അതിനകത്ത് ഒരു ആക്റ്റീവ് പാർട്ട്ണറായിട്ട് തന്നെ അവൻ്റെ തലയിലാവും തന്നെ. അതുകൊണ്ട് ബിസിനസ് എപ്പോഴും രജിസ്ട്രേഷനിൽ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യാം. പക്ഷേ ഞാൻ പറയട്ടെ, സ്ട്രീംലെക്സ് 5-6 വർഷത്തിന് മുകളിലായിട്ട് ഓർലിയാണ്. ഇപ്പം അടുത്തടെയായിട്ടാണ് രജിസ്ട്രേഷൻ പോയത്. എല്ലാവർക്കും അതിനായിരിക്കണമെന്നില്ല. എല്ലാവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. മനുഷ്യരെന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ഷേപ്പ് കൊണ്ട് മാത്രമല്ല, അവരുടെ സ്വഭാവം, അവരുടെ ഇൻവെൻഷൻസ്, അവരുടെ സംസാരം, അവരുടെ കാഴ്ചപ്പാടുകൾ, അതിൽ നിന്നാണ് മനുഷ്യരെ വ്യത്യസ്തരായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ബിസിനസ് കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസിന് വേണ്ടി എപ്പോഴും നമ്മൾ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കായിട്ട് പോകുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഭയങ്കര വെറൈറ്റി ആയിട്ടും അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള ബിസിനസ്സുകളും ഐഡിയസിലൊക്കെ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ നല്ല ഒരുപാട് മൂവീസും ഷോർട്ട് ഫിലിംസും ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇങ്ങനൊരു ഇൻ്റർവ്യൂവിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ചെറുകിട മാർക്സിക് മീഡിയയ്ക്കും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ എംപ്ലോയീസിനോടൊക്കെ ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളി എൻ്റെ എപ്പോഴും ഒരു ഹൃദയത്തെ എൻ്റെ സ്പേസ് കാത്തു സൂക്ഷിക്കും. ഇപ്പൊക്കെ പറയുന്നതല്ല, ഇങ്ങനെ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ഇതെടുത്തല്ലോ, ഒരു മോട്ടിവേറ്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തല്ലോ, അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുമ്പോൾ അതിന് ഒരുപാട് നന്ദി.